സിനിമ എന്ന് പറയുന്നത് അങ്ങനൊരു മാധ്യമമാണ്. ആരെ ആകർഷിക്കും, എല്ലാവർക്കും അതിനകത്തോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ആ ക്യാരക്ടർ കറക്റ്റായിട്ട് എനിക്ക് അപ്പുവിൽ കാണാൻ സാധിച്ചു. അങ്ങനെയാണ് നമ്മൾ ആ ക്യാരക്ടറും കൊണ്ട് അപ്പുവിൻ്റെ അടുത്തേക്ക് എത്തും. ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ട് കഴിഞ്ഞ സംഘം എന്നാൽ ഞാൻ ഉപദ്രവിക്കുക, ഞാൻ കൊല്ലുകയും ചെയ്യും. പക്ഷെ കൊല്ലുന്നത് നമ്മുടെ ഡ്യൂട്ടിയുടെ പാർട്ടായിട്ടാണ്. ലാല് പട്ടാള ക്യാമ്പുകളിൽ പോയിട്ട് ദ വേ ഹി റെസ്പെക്ട്സ് പട്ടാളക്കാർ, അതൊരു പ്രത്യേക രീതിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തൊരു സോൾജറുണ്ട്. ആൻഡ് ഈസ് എ ട്രൂ പെട്രിയോട്ടിക് പേഴ്സൺ. എംബ്രാനിൽ ഇതൊക്കെ തന്നെയാണ്, ഈ ഹെലികോപ്റ്ററും സാധനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ആ ഒരു എന്താണെന്ന് വെച്ചാൽ അതില്ല, ഒരാൾക്കും അറിയുക പോലും ഇല്ല. എന്നിട്ട് അവരുടെ മിലിറ്റൻ ക്യാമ്പിനകത്ത് പോയിട്ട് അവരൊക്കെ തട്ടിയിട്ട് പോകുന്നിരിക്കുന്നു. അതൊക്കെയാണ് മോഹിത് ശർമ്മ എന്നുള്ളത്. എനിക്കിന്ന് അവരൊരു ബുള്ളറ്റിൻ്റെ നേർക്ക് വന്നിട്ടില്ല, വരും, പക്ഷെ അത് തട്ടിത്തടഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ എൻ്റെ കഥകളെന്ന് പറഞ്ഞാൽ അത് എഴുതാൻ തുടങ്ങിയൊരു വലിയൊരു വോളിയം ബുക്ക് തന്നെ ഉണ്ട്. അവന് പാവം ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞ് വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ എൻകൗണ്ടർ എവിടെ പോയപ്പോൾ ഇവ ഷോട്ട്. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ യൂണിറ്റുകാർ മുഴുവൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. എല്ലാവരും അന്ന് രാത്രിയിൽ ഹക്ക പോയി സാർ, ബക്കാടി പോയി സാർ. ഓപ്പറേഷൻ രാഹത്ത് അതിപ്പോൾ നടക്കില്ല, കാരണം അത് ഹ്യൂജ് ബഡ്ജറ്റൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അമിതാഭ് ബച്ചൻ ഈ സർപ്രൈസസ് യു. അങ്ങേരെ ഡിസിപ്ലിൻ കൊണ്ടും ആ ഡയലോഗിൻ്റെ ഒക്കെ ഡെലിവറി, അതുപോലെ ആ പെർഫോമൻസ്, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്താണ് ഇങ്ങനെ ഉദ്ദേശിച്ചതെന്ന്. നിങ്ങൾ ടീച്ചർ കണ്ടിട്ട് ഇവിടെ നിങ്ങൾ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ബീഫ് കട്ടിയുന്നു, പൊറോട്ട സപ്ലൈ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. എനിക്ക് നിങ്ങളോടൊക്കെ പുച്ഛമാണ് അതിനകത്ത്. ഒരു ഷോട്ട് കണ്ട് ഒരു കുട്ടിയുടെ വായിൽ ബീഫ് തിരികെ, നിങ്ങൾക്ക് എങ്ങനെ അറിയാം ബീഫാണെന്നുള്ളത്? അത് പറഞ്ഞോടെ ഡയലോഗിൽ. പക്ഷെ കുട്ടി തന്നിരിക്കുന്നത് കോഴിയല്ലേ ഷോട്ടിൽ, കുട്ടി ബീഫ് കഴിക്കില്ല. അതല്ല നിങ്ങളുടെയൊക്കെ എനിക്ക് പറയുന്ന മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? ഇവിടെ ഭരിച്ചിരുന്ന പിണറായി സർക്കാരിൻ്റെയാണ് ഈ ഇനിഷ്യേറ്റീവ്. എന്താണ്, ഞങ്ങൾ മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാം, ഹിന്ദുവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. നിങ്ങൾ ആരുമല്ല ഇവിടെ, ഹിന്ദു മുസ്ലിം തമ്മിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പം അത് ബീഫിൻ്റെ പേരില്ല. എന്നാൽ നിങ്ങൾ എന്താ പന്നിയുടെ ഫെസ്റ്റ് നടത്താത്തത്? റിയൽ ലൈഫ് മെമ്മറീസിൽ ഇന്ന് നമ്മുടെ അതിഥി മേജർ രവി സാറാണ്. നമസ്കാരം സർ. നമസ്കാരം. 24 വർഷത്തോളം രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച ശേഷമാണ് സർ സിനിമ എന്ന് പറയുന്ന കലയുടെ വലിയ ലോകത്തേക്ക് എത്തുന്നത്. അതും പ്രിയദർശൻ സാറിനെ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട്. എങ്ങനെയായിരുന്നു ആ പരിചയം? എങ്ങനെയായിരുന്നു കലയിലേക്കുള്ള ആ മാറ്റം? പ്രിയട്ടനെ പരിചയപ്പെടുന്നത് അവർ കാലാപ്പാനി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്ട് ബ്ലെയർ വന്ന സമയത്ത് ഞാൻ മോഹൻലാലിനെ കാണാൻ പോയതും, അപ്പം അവിടുന്ന് പ്രിയട്ടനെ പരിചയപ്പെട്ട്. അപ്പോൾ പ്രിയട്ടനോട് എന്തോ ഒരു പ്രത്യേക ബന്ധമായിരുന്നത്, ഒരു ബ്രദർലി ഫീലിംഗ്, ഒരു എൽഡർ ബ്രദർ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ആ ബന്ധം ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു പട്ടാളത്തിലുള്ളപ്പോഴും മോഹൻലാലും ആയിട്ടുള്ള ഒരു ബന്ധം. അത് കഴിഞ്ഞ് പട്ടാളം വിട്ട് വന്നപ്പോൾ ഞാൻ പ്രിയട്ടൻ്റെ കൂടെ, അന്ന് പ്രിയട്ടന് സിനിമകളൊന്നുമില്ല, 98 ഭയങ്കര പ്രശ്നമായിട്ട് നടക്കുന്നൊരു സമയമാണ്. വല്ലപ്പോഴൊക്കെ ഒരു സിനിമ ഉണ്ടാവും. അങ്ങനെ അതിനിടയിലാണ് ആഡുകൾ തുടങ്ങിയത്, അഡ്വർടൈസ്മെൻറ്റ്, കൊമേഴ്ഷ്യൽ ആഡ്സ്. അപ്പോഴാണ് പ്രിയട്ടൻ പറഞ്ഞത്, വേടാ നീ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് വാങ്ങുന്നത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ ഞാനും പ്രിയട്ടനും മാത്രമായിരിക്കും ആഡ് ഷൂട്ടർ. വല്ലപ്പോഴൊക്കെ രാജേഷിനെ വിളിക്കും, അല്ലെങ്കിൽ ജനറലി മാക്സിമം ഞാൻ തന്നെ ആയിരിക്കും ആഡ് അസിസ്റ്റൻ്റായിട്ട്. അപ്പോൾ ഒരുമിച്ച് ഒരു റൂമിൽ തന്നെ ആയിരിക്കും കിടക്കുന്നതും പോകുന്നതും വരവൊക്കെ എല്ലാം ഒരുമിച്ചിട്ടുണ്ട്. മദ്രാസിലും അതുപോലെ തന്നെ ആയിരുന്നു. ആ ബന്ധം അത് നമ്മളറിയാതെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കൺവേർട്ടഡ് ഇൻടു പ്രൊഫഷണൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയില്ലേ, അങ്ങനെ ആയിട്ടുള്ളതാണത്. അങ്ങനെ മൂപ്പററിയാതെയോ അറിഞ്ഞിട്ടോ സിനിമ എന്താണെന്നുള്ളത് ടെക്നിക്കൽ വശങ്ങൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൂടെ കണ്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലൈൻ എന്ന് പറയുന്നൊരു കോമഡി ട്രാക്കാണ്. ഞാനെടുത്തിട്ടുള്ള ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ഇമോഷണൽ പടങ്ങൾ. പ്രിയട്ടൻ്റെ അടുത്തും ഇമോഷണലും ഉണ്ടായിരിക്കും, പക്ഷെ കോമഡി ആയിരിക്കും. അപ്പം രണ്ടും 2 സോണറാണ്. എങ്കിലും
അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള കല പിന്നീട് ഏത് രൂപത്തിൽ നമ്മുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവിലൂടെ കാണിക്കുന്നോ അവിടെയാണ് യു ആസ് ആൻ ഇൻഡിവിജ്വൽ ഇസ് ബീൻ ഐഡൻറ്റിഫൈഡ്. നേരം വിളിച്ച് ഞാൻ ആ കിരിച്ചക്കളിക്കകത്ത് ചുമ്മാ എന്തെങ്കിലും വലിച്ചു കെട്ടി കോമഡി കയറ്റിയിരുന്നെങ്കിൽ അത് വർക്കൗട്ടാവില്ല. അപ്പം അത് ആണ് ക്രിയേറ്ററിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇസ് ബീൻ കൺവേർട്ടഡ് ഇൻ ടു എൻ്റെതായിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സിലൂടെ. അപ്പം സാറിന്റെ മനസ്സിൽ ഈ സിനിമ ഉണ്ടായിരുന്നോ? ഒരു പട്ടാളക്കാരന്റെ മനസ്സിലെ സിനിമ? ആരുടെ മനസ്സിലും ഒരു സിനിമ ഇല്ലാത്തവരാരും ആസ്വാദനം എന്നതിനപ്പുറത്തേക്ക് അതിന്റെ മേക്കിംഗ് അല്ല. അത് നിങ്ങൾ ആരെ നോക്കിക്കഴിഞ്ഞാലും സിനിമ എന്ന് പറയുന്നത് അങ്ങനൊരു മാധ്യമമാണ്. ആരെ ആകർഷിക്കും. എല്ലാവർക്കും അതിനകത്തോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാവർക്കും സാധിക്കില്ല. ചിലർ വന്ന പോലെ തന്നെ തിരിച്ചു പോകുന്നു. കാരണം അവിടുത്തെ വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഫസ്റ്റ് സിനിമയാണ്. ഫസ്റ്റ് നിങ്ങൾ പ്രൊഫഷണലായിട്ട് എന്ത് ചെയ്തു. ഇപ്പോൾ പ്രകാശ് വർമ്മ എന്നുള്ള വ്യക്തി സിനിമയൊന്നും ചെയ്തിട്ടല്ല പ്രശസ്തനായത്, അഡ്വർടൈസ്മെൻറ്റിൽ കൂടെ. അത് വെറൈറ്റി ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റുകളായിരുന്നു. ആ ഒരു തോട്ട് പ്രോസസ്സ്. ആൻഡ് ഇറ്റ് ഹസ് ഗോട്ട് എ ഹ്യൂജ് മണി ഓൾസോ. ഒരു സിനിമ ചെയ്യുന്നതിനേക്കാൾ അത് ഹിറ്റാവോ ഫ്ലോപ്പാവോ എന്നുള്ള ടെൻഷനേ ഇല്ല. പക്ഷെ സിനിമയ്ക്ക് അതുണ്ട്. ഹിറ്റായിട്ടില്ലെങ്കിൽ യു ആർ ഔട്ട്. അവിടെ അങ്ങനെയല്ല. ആഡിൽ വേറെ രീതിയാണ്. ബാഡിലും ഒരു വലിയൊരു ആഡ് നല്ലത് ചെയ്തെന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ആയിരുന്നില്ലേ അഭിനയം തുടങ്ങിയത്? അഭിനയം അന്ന് തുടങ്ങി. പ്രിയേട്ടൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് അഭിനയം വല്ല ചെറിയ ചെറിയ റോളുകളൊക്കെ കിട്ടും. പക്ഷേ നമുക്കൊരു ഫ്രീഡം കിട്ടുന്ന പോലുള്ളൊരു സംഭവമൊന്നും അവിടെ കിട്ടിയില്ല. പ്രിയേട്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഞാനൊരു ആക്ടറായിട്ടൊന്നും കണ്ടിട്ടില്ല. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ പോകുന്നു, അസിസ്റ്റൻ്റ്, ഇതൊക്കെ തന്നെയാണ്. പക്ഷെ പിന്നീടാണ് ഞാനൊരു ഡയറക്ടർ ആയതിനു ശേഷമാണ് നമുക്ക് ഇത് വരുന്നത്. അതൊന്ന് ആക്ട് ചെയ്യാൻ പറ്റുമോ. അപ്പം എന്താണ് മേജർ രവി ആക്ടിങ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടാലും കുഴപ്പമില്ലാത്ത ലുക്കിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് അങ്ങനെ പ്രിയദർശൻ്റെ ആ ഒരു ബന്ധത്തിൽ നിന്നും കയറിയിട്ട് പിന്നീട് ആ സ്റ്റുഡൻറ്റ് ഒരു ഡയറക്ടറാവുന്നു, പിന്നീടൊരു ആക്ടറാവുന്നു. ഇതൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമകളാണ്, ആക്ഷൻ ഇമോഷണൽ ഓറിയൻറ്റഡ് സിനിമകളാണ് സാർ സംവിധാനം ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പുനർജനി എന്ന് പറയുന്ന ആദ്യത്തെ സിനിമ. അങ്ങനെ ഒരു സിനിമ മേജർ രവി സംവിധാനം ചെയ്തു എന്നുള്ളത് ഈ ജനറേഷൻ അദ്ദേഹം സംവിധാനം ഇങ്ങനൊരു സിനിമ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിൻ്റെ ഡിറക്ഷൻ സൈഡ് നോക്കുമ്പോൾ പലർക്കും വിശ്വസിക്കാൻ പ്രയാസമുള്ളതാണ്. എങ്ങനെയായിരുന്നു പുനർജനി പോലൊരു സിനിമയിലൂടെയുള്ള സംവിധായകൻ? പുനർജനിയാണ് ആദ്യത്തെ സിനിമ. അത് ആക്ച്വലി രാജേഷ് മനകരയാണ് ആ പടം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ പ്രൊഡ്യൂസറും. അപ്പോൾ രാജേഷും ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്യാണ്, ഞാൻ ആദ്യത്തെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വല്ലവരും കാശ് തന്നിരിക്കുന്നു. അപ്പം എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആ പടം ആ ബജറ്റ് തീർക്കാനും. അതെന്തോ കാരണവശാൽ സ്പീഡ് എന്നെപ്പോലുള്ള സ്പീഡ് രാജേഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് 10 എന്നുള്ളത് ചിലപ്പം 20 ആവും എന്നുള്ളത് എനിക്ക് തോന്നി. അങ്ങനെയാണ് സെക്കൻഡ് ഡേയിൽ, ആ ഫസ്റ്റ് ഡേ തന്നെ ഈവനിങ് ആയപ്പോൾ രാജേഷിൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനടാ നീ പോകുന്ന സ്പീഡിൽ ഇത് തീരില്ല, ഞാൻ ഒന്ന് പിടിക്കും. അപ്പോൾ ഒരു വീണ്ടും ചെയ്യും, നമുക്ക് രണ്ടാളും കൂടെ പേരെടുക്കാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പേരിട്ടിട്ടാണ് ആ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 10 ദിവസം തീർക്കുകയും ചെയ്തു. തീർത്ത് 2 സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ചു. പ്രണവ് മോഹൻലാലിന് പ്രണവിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ്. അതിനുശേഷം ഇവരെ കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട്. ഇല്ല. അങ്ങനെയായിരുന്നു പ്രണവിനെ അങ്ങനെ ഒരു ലീഡ് റോള്. അപ്പോൾ ഒന്നാമെന്ന് പറയുന്ന സിനിമയിലൊക്കെ പ്രണവ് ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, മോഹൻലാലിന്റെ ചെറുപ്പമായിട്ട്. പ്രണവിനെ ഒരു കേന്ദ്ര കഥാപാത്രമാക്കുക എന്നുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ അങ്ങനെ ആ കഥയിൽ കുട്ടി ഒരു നാരായണത്ത ഭ്രാന്തൻ്റെ കഥ കേട്ടിട്ട് ഇൻഫാക്ച്വേഷനിൽ പോയിട്ടുള്ളൊരു കുട്ടിയുടെ കഥയാണത്. നാരായണ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഈ നാരായണത്തെ ഭ്രാന്തൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഈ കുട്ടിക്ക്. അപ്പോൾ സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇവനൊരു റിബൽ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ കറക്റ്റായിട്ട് എനിക്ക് അപ്പുവിൽ കാണാൻ സാധിച്ചു. അങ്ങനെയാണ് നമ്മൾ ആ ക്യാരക്ടറും കൊണ്ട് അപ്പുവിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അത് പിന്നെ സ്വിച്ച് കഥ കേട്ടു പെട്ടെന്ന് ഓക്കെ നമ്മൾ പോകണം.
അങ്ങനെ അപ്പൂനെയും കൊണ്ട് പട്ടാമ്പി വരുന്നു. പട്ടാമ്പിയിൽ വീട്ടിൽ തന്നെ താമസിച്ച് എൻ്റെ അമ്മയുണ്ടായിരുന്നു, വൈഫും. അർജുൻ പിന്നെ സെയിം ഇവൻ്റെ ക്ലാസ് തന്നെയാണ്. അങ്ങനെ അവർ വന്നു, മദ്രാസിൽ നിന്ന് ഞങ്ങൾ ഈ പണിയൊക്കെ ചെയ്തു. അർജുൻ ഈ പറഞ്ഞ പോലെ തന്നെ സൈക്കിൾ, വലിയ സൈക്കിളായി ഇതായി പറഞ്ഞ് അവൻ വേറൊരു ലെവലിൽ. സോ ഇവിടെ ഈ അപ്പു എന്നുള്ള ക്യാരക്ടർ അപ്പു തന്നെ ചെയ്താലേ ഇത് ശരിയാവുള്ളൂ എന്നുള്ള തോന്നല്. അങ്ങനെ അപ്പൂനെ കിട്ടി. ഇനി അതേപോലെ തന്നെ ഈക്വലായിട്ടൊരു കുട്ടി അപ്പൂനെ അനിയനായിട്ട് കിട്ടണം. അങ്ങനെ അനിയനെ തേടുത്തെടുത്തിട്ട് നാളെ അനിയൻ്റെ ഷോട്ട് എടുക്കണ്ടാണ്. ഇന്ന് വരെ ഈ കുട്ടീനെ കിട്ടിയിട്ടില്ല. 2 മണി കൊണ്ടുവന്നിട്ട് ഒന്നും ശരിയാവുന്നില്ല. നാളെ ഷൂട്ടും വേണമെന്ന് ഈവനിങ് 4 മണിക്ക് തിരുവനന്തപുരം അമ്പലത്തിൻ്റെ അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ കുറേ കുട്ടികൾ സ്കൂൾ വിട്ടിട്ട് അതിലെ പോകുന്നുണ്ട്. അങ്ങനെ ഷൂട്ടിങ് കാണാൻ വന്നിരുന്നൊരു കുട്ടി സ്ട്രെയിറ്റൊക്കെ തന്നെ കോർണറിൽ പിടിച്ചിട്ട് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഇത് തന്നെയാണ് എനിക്ക് വേണ്ടതെന്നാണ്. അങ്ങനെ ആ കുട്ടിയെ വിളിച്ച് 5 വയസ്സ് മറ്റായിരുന്നു അഭിനയിപ്പിച്ചു. ആൻഡ് ഹി ഓൾസോ ഗോട്ട് സ്റ്റേറ്റ് അവാർഡ്, ബെസ്റ്റ് കൺസോളേഷൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ജൂറി മെൻഷൻ എന്ന് പറഞ്ഞിട്ട്. അതാണ് പുനർജനി എന്നുള്ളൊരു സിനിമ. അതിനകത്ത് ആ കഥയിൽ ആക്ഷനോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല. അതിനകത്തൊരു പർട്ടിക്കുലർ ഇമോഷനാണ്. ഐ ആം ഗുഡ് അറ്റ് ഇമോഷൻ. എനിക്ക് ഇമോഷനുള്ള ആളാണ്. എനിക്ക് പെട്ടെന്ന് കരച്ചിൽ വരും, സങ്കടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് പറ്റാത്ത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. ആരെങ്കിലും ഉപദ്രവിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നും. എന്നാൽ ഞാൻ ഉപദ്രവിക്കുക, ഞാൻ കൊല്ലും ചെയ്യും. പക്ഷെ കൊല്ലുന്നത് നമ്മുടെ ഡ്യൂട്ടിയുടെ പാർട്ടായിട്ടാണ്. അപ്പം എനിക്ക് പ്രശ്നമില്ല. നേരെ വെച്ചാൽ നിങ്ങളൊരു നിരപരാധിനെ അടിക്കുന്ന കാണുന്നത് എനിക്ക് താങ്ങാൻ പറ്റില്ല. അത് വേറെ കാര്യം. അതാണ് പറഞ്ഞത്, ഇത് ഒരു മനുഷ്യൻ്റെ ചില അവസ്ഥകളാണത്. കൊല്ലാൻ ഒരിക്കലും കൈവരച്ചിട്ടില്ല, പക്ഷെ അതേ സമയത്ത് അടിക്കാനും കൈവരച്ചിട്ടില്ല. അതേസമയത്ത് ഞാൻ അറിയാതൊരു നിരപരാധിനെ ഉപദ്രവിച്ചു എന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സങ്കടമാണ്. അയ്യോ, ഞാൻ അറിയാതെ ചെയ്തല്ലേ എന്നുള്ളത്. നേരെ വിളിച്ച് അവൻ ഡിസർവ് ചെയ്യുന്നവനാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രായശ്ചിത്തം എന്നാലും ഉണ്ടോ, എന്തിനും അവനെ കൈവച്ച് എന്നുള്ളത് തോന്നുന്നത്. കൈവച്ചാൽ അതിനനുസരിച്ചുള്ള ഡാമേജ് അവിടെ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് വിഷമം പോകുന്നത്. അങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങളുണ്ട്. അതിപ്പോ പട്ടാള സിനിമ എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു ഇമോഷൻസ് ഉണ്ട്. ഇമോഷൻ നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു പോർഷൻ കാണാൻ വേണ്ടി മാത്രം കാത്തിരിക്കുന്നവരായെന്നെങ്കിലും ആ ഫാമിലി ആ പോർഷൻ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. കീർത്തി ചക്ര എന്ന് പറയുന്ന സിനിമ മലയാളത്തെ സംബന്ധിച്ച് ഏറ്റവും മികച്ച പട്ടാള സിനിമയാണ്, ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിൽ തന്നെ. എങ്ങനെയായിരുന്നു തൻ്റെ അനുഭവങ്ങൾ തന്നെ സിനിമയിലേക്ക് കൊണ്ടുവരാന്നുള്ള ഒരു തോട്ട് വന്നത്? എങ്ങനെയാണ് അത്? ആ കഥ എൻ്റെ മനസ്സിനകത്ത് കുറേ കാലമായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഞാനൊരു ഓപ്പറേഷൻ ചെയ്തപ്പം അവിടെ കണ്ട ആ വയസ്സായിട്ടുള്ള സ്ത്രീയും അവർ പറഞ്ഞ കഥയും അതാണ് ആ സിനിമയുടെ കഥ. എൻ്റെ മക്കളെ റേപ്പ് ചെയ്തു ഈ മിലിറ്റൻസ്. അപ്പം നിങ്ങളവരെ കൊന്നിട്ട്, നമ്മളവിടെ കൊന്നിട്ട് അവരുടെ ബോഡി അവിടെ ഇട്ട സമയത്ത് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച് നിങ്ങൾ ചെയ്തു, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇത്രയേ ഉള്ളൂ, ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ കഥയ്ക്ക്. പിന്നെ ഇവിടുന്ന് എഴുതിക്കൊണ്ട് വന്നിട്ട് കൂട്ടിമുട്ടിക്കലാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് ആ കഥ ഉണ്ടായിരിക്കുന്നത്. അതിനെപ്പോലെ ഇന്നിപ്പം എവിടേക്ക് ആരൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട് ഇത് എൻ്റെ കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ അത് ക്ലെയിം ചെയ്യാൻ നിൽക്കുന്നുണ്ട്. കർമ്മയോധയുടെ ഒരുത്തൻ വീട്ടിൽ വന്നിരുന്നിട്ട് ആ വീട്ടിലോ എവിടെയോ ഫുൾ കോപ്പി എടുത്തുകൊണ്ട് പോയിട്ട് കേസ് കൊടുത്ത് കേസ് വിധി അതൊരു 30 ലക്ഷം എന്തോ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത്. അതെല്ലാം സ്റ്റേ ആയിരിക്കുന്നു. അതൊന്നും അറിയില്ല. അപ്പോഴത്തേക്കും കള്ളനാക്കി മറ്റേതാക്കി മറിച്ചാക്കി ഇതൊക്കെ ഇതും കൂടെ അനുഭവിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എനിക്ക് പട്ടാളക്കഥ എഴുതാൻ ജനറലി ആരുടെയും ആവശ്യമില്ല, എൻ്റെ അനുഭവങ്ങളിൽ കൂടിയാണ്. പിന്നെ ഇപ്പോൾ ഈ കർമ്മയുദ്ധം എന്ന് പറഞ്ഞ പടം ഇൻസ്പയർ ആയിരിക്കുന്ന ടേക്കാണ് എന്നുള്ളൊരു പടത്തിന്. അതാണ് ഈ പെൺകുട്ടികളെ ആ പോലീസ് ഓഫീസറിൻ്റെയാണ് മകളെ കട്ടുകൊണ്ടുപോയിട്ട് അത് സെയിം ഡെൻസിൽ വാഷിങ്ടൻ്റെ ഒരു പടമാണ്. അതിനെപ്പോലും ഇവിടെ ഒരുത്തൻ എട്ടും പൊട്ടും അറിയാത്ത വലിയ കഥ, എന്ത് കഥ എഴുതി ഇന്നേവരെ കഥ എഴുതിയിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള ഒരാൾ തൻ്റെ കഥയെന്നും പറഞ്ഞിട്ടും സിനിമയിൽ വന്നിട്ടുള്ള ഇങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ആക്ഷൻ ഫിലിംസ് ചെയ്യുമ്പോഴും എനിക്കതിനകത്ത് കാണുന്ന ഒരു ആക്ഷൻ, ഒരാൾ നിങ്ങളവിടുന്ന് വെടിവെച്ച് കൊല്ലുന്ന സമയത്ത്, ലാലേട്ടൻ ചൊല്ലുന്ന സമയത്ത് ആ മനുഷ്യന് അതിൻ്റെ ഒരു പെയിൻ ഉണ്ടായിരിക്കണം. ആർക്ക്? ഈ കൊല്ലുന്ന ആൾക്ക്. എങ്കിലാണ് ഓഡിയൻസ് ആ ഹീറോ ആയിട്ട് മാറുള്ളൂ.
നേരെ മറിച്ച് ഹീറോയിന് യാതൊരു പെയിനുമില്ല, കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ ഭാര്യ കുട്ടികളും എല്ലാവരും സേഫായിട്ട് ഇരിപ്പുണ്ട്, ശമ്പളം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, ഈവനിങ് 2 പെഗടിച്ച് കിടക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. അപ്പം എന്താണ് ഈ ആൾ മറ്റാളെ കൊല്ലുമ്പോൾ അതിനകത്തിൽ നേരെ മറിച്ച് ആ ആള് കാരണം ഇയാളുടെ ലൈഫ് മുഴുവൻ അപ്സെറ്റായി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അത് ഏക്കമാണ്. അതൊക്കെ തന്നെയാണ് നമ്മൾ സിനിമയിൽ കൂടെ കാണിക്കുന്നത്. അതെ, സൗഹൃദത്തിന്റെ അല്ലെങ്കിൽ സീനിയർ ഓഫീസർക്ക് തന്റെ ജൂനിയറിനോടുള്ള കണക്ഷൻ, അതൊക്കെ ഒരു ഇമോഷനാണ്. അതാണല്ലോ പ്രേക്ഷകരെ കണക്ട് ചെയ്യിക്കുന്നത്. പലർക്കും കീർത്തി ചക്ര പോലെ സിനിമ കണ്ടിട്ട് പട്ടാളത്തിൽ ചേരണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മോഹൻലാലിന് തന്നെ ഇത്രയും വലിയൊരു അംഗീകാരം ലഫ്റ്റനന്റ് കേണൽ പദവിക്ക് യോഗ്യനാക്കിയിട്ടുള്ള സിനിമ കൂടിയാണ്. എങ്ങനെയായിരുന്നു ലാലേട്ടനോടൊപ്പമുള്ള സിനിമ, അല്ലെങ്കിൽ എന്തായിരുന്നു ലാലേട്ടന്റെ ഒരു പ്രതികരണം കാര്യമൊക്കെ, അങ്ങനെയുള്ള ഓർമ്മകൾ? ലാല് പട്ടാള ക്യാമ്പുകളിൽ പോയിട്ട് ദ വേ ഹി റെസ്പെക്ട്സ് പട്ടാളക്കാർ, അതൊരു പ്രത്യേക രീതിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്തൊരു സോൾജറുണ്ട്, ആൻഡ് ഈസ് എ ട്രൂ പെട്രിയോട്ടിക് പേഴ്സൺ. അങ്ങനെ ഒരു ഇവിടുത്തെ ചിലരുടെയൊക്കെ ഈ രാജ്യദ്രോഹപരമായിട്ടുള്ള ഡയലോഗുകൾ സിനിമയിൽ പോലും പറയാൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണത്. പിന്നെ എംബ്രാനിൽ ഇതൊക്കെ തന്നെയാണ്, ഈ ഹെലികോപ്റ്ററും സാധനങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ആ ഒരു ഇത് കിട്ടുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അതില്ല. ഒരു സിനിമയ്ക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം if there is a pain and that pain is on an innocent person, then there should be a revenge എന്നുള്ളതാണ്. അപ്പോൾ വരുമ്പോഴാണ് ആ ഒരു ഇമ്പാക്ട് വരുന്നത്, ആ റിവെഞ്ചിന് അത്രത്തോളം ഇത് വരുന്നത്. ഉറപ്പായിട്ടും അതിന് തുടർച്ചയായിട്ട് പിന്നീട് മമ്മൂട്ടി സാറിനെ വെച്ചിട്ട് മിഷൻ 90s, പൃഥ്വിരാജിനെ വെച്ചിട്ട് പിക്കറ്റ് 43, ഇങ്ങനെയുള്ള സിനിമകൾ തൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ദേശസ്നേഹം കൊണ്ടുവരാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, അല്ലെങ്കിൽ ദേശസ്നേഹം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല. നമ്മളൊരു കഥ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ദേശസ്നേഹം ഉണ്ടായിരിക്കും. അല്ല വെറുതെ സ്ക്രീനിൽ കയറുന്നതുകൊണ്ട് എൻ്റെ ഹീറോനെ കൊണ്ട് പറഞ്ഞാക്കി ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് വിളിക്കുന്നില്ല. അദ്ദേഹം അത് പറയാതെ അതുപോലുള്ളൊരു ഫീലിൽ ജനങ്ങൾക്ക് അറിയപ്പെടുന്ന ഒരു സംഭവമായിട്ട് മാറുമ്പോൾ then they will feel affected. അപ്പോഴാണ് ലാസ്റ്റ് അവർ ഭരതമാതാക്കി ചെയ്യുന്ന വിളിക്കുന്നത്, അല്ലെങ്കിൽ വിളിക്കില്ല, നമ്മളോട് വിളിച്ചു പോകുന്ന. അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടായി കൊടുക്കും സിനിമയിൽ. അല്ല വെറുതെ ഹീറോ വന്നിട്ട് मैं तुम्हारी खून पी जाऊंगा, मेरा देश को तूने वो बता दिया, ये നേരെ മറിച്ച് ആ പട്ടാളക്കാരൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, ഞാനെന്ന ഓഡിയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവനാണ് കഷ്ടപ്പെടുന്നത്. എന്നിട്ടും അവൻ കറക്റ്റ് സമയത്ത് ചാപ്പാട് പോലും കഴിക്കാതെ ഒരു മഗ് വെള്ളവും കുടിച്ച് കിടക്കുന്ന പട്ടാളക്കാരാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് ഓഡിയൻസ് ഓ നോ ഹീ ഈസ് ഡൂയിങ് ഇറ്റ് ഫോർ മീ എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഒരു പെട്രിയോട്ടിസം വരുന്നത് തന്നെ. പിക്കറ്റ് 43ന്റെ സെറ്റിൽ വെച്ചിട്ട് ഈ മേജർ മോഹിത് ശർമ്മ ഇന്നത്തെ ദുരന്തർ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ ഹീറോ സാറിനെ വന്ന് കണ്ടതായിട്ടുള്ളൊരു കഥ കേട്ടില്ല. പിക്കറ്റ് 43 അല്ലാതെ അത് ഞാൻ കുരുക്ഷേത്ര ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ വഴിയിൽ ശ്രീനഗറിൽ ഇവരുടെ യൂണിറ്റിൽ പോയി ഞാൻ താമസിച്ചിട്ടുണ്ട്. അന്ന് അവരുടെ CEO കേണൽ വിനു നമ്പ്യാരായിരുന്നു, കണ്ണൂക്കാരൻ. ഇപ്പം അദ്ദേഹം ജനറലാണ്. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ കിടക്കുമ്പോഴാണ് മോഹിത് ശർമ്മ എന്നെ വന്ന് കാണുന്നതും. എന്നെ കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ 1 മണിക്കൂർ ഇരുന്ന് രാത്രി ഇരുന്ന് സംസാരിക്കലൊക്കെ ഉണ്ടായി. അപ്പം തന്നെ എനിക്കറിയാം ഇതൊരു ഭയങ്കര സാധനമാണത്, ഒരു ഡൈനാമിക് സംഭവം ഉണ്ട് ഇതിനകത്ത് എവിടെയാണെന്നുള്ളത്. അത് പറഞ്ഞ പോലെ തന്നെ ഒരു കൊല്ലത്തിനകത്ത് അവനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അതിനിടയ്ക്ക് പാകിസ്ഥാനിൽ പോയി അദ്ദേഹം ഡിസ്കേസായിട്ട് ഒരാൾക്കും അറിയ പോലുമില്ല. എന്നിട്ട് അവരുടെ മിലിറ്റൻ ക്യാമ്പിനകത്ത് പോയിട്ട് അവരൊക്കെ തട്ടിയിട്ട് പോകുന്നിരിക്കുന്നു. അതൊക്കെയാണ് മോഹിത് ശർമ്മ എന്നുള്ളത്. പിന്നീട് അദ്ദേഹം ഇവിടെ എൻകൗണ്ടർ മരിച്ചപ്പം ആ സമയത്ത് 12ഓളം ഡെഡ് ബോഡീസ് ഉണ്ടായിരുന്നു ഇവിടെ ചുറ്റും. അപ്പോൾ അത്രയും ആൾക്കാരെ കൊന്നിട്ടാണ് മരിച്ചിരിക്കുന്നത്. ഇവിടെ പലരും പറയുന്ന കഥകൾ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ആയിരിക്കും കുറ്റമല്ല പട്ടാളക്കാരെ പുളു പറയുന്നവരെന്ന് പറയുന്നത്. കേരളത്തിലുണ്ട് കുറച്ചൊന്നും ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറയും അവർ, ഞാനത് ചെയ്ത് ഇപ്പോൾ എന്താണ് യാഷിക ത്യാഗി എന്നോ എന്തൊക്കെ പറയുന്നത്. ഒരു പെണ്ണിൻ്റെ
ഇത് വരും യൂട്യൂബിലൊക്കെ റീല്. അപ്പോൾ ഈ വ്യക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യുന്നത് കാർഗിൽ വാറിൽ ഞാനായിരുന്നു അവിടെ പോയതും ഈ ആമിനേഷൻ ഡംപ് സൂക്ഷിച്ചതും വെപ്പൺസ് കൊടുത്തൊക്കെ ഞാനായിരുന്നു എന്നുള്ളത്. ഷീ വാസ് നോട്ട് ആൻഡ് ഷീ ഈസ് നോട്ട് എ ക്വാളിഫൈഡ് പേഴ്സൺ. അപ്പം ഇങ്ങനെയൊക്കെയുള്ളതെല്ലാം നമ്മൾ തുറന്ന് കാണിക്കാൻ പറ്റില്ല സിനിമയ്ക്കകത്ത്. പക്ഷെ അങ്ങനെയുള്ള വ്യക്തികളുള്ള സ്ഥലത്താണ് രണ്ടും കൽപ്പിച്ച് രാജ്യത്തിന് വേണ്ടി ചാവാൻ വേണ്ടി നിൽക്കുക. ചാവാനല്ല, അവൻ ഫൈറ്റ് ചെയ്യാണ്. ചിലപ്പോൾ അവൻ മരിച്ചാലും അവന് പ്രശ്നമില്ല എന്നുള്ള ലെവലിൽ. ഈ ഫിയർ ഫാക്ടറും ധൈര്യവും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഫിയർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒതുങ്ങി ഇവിടെ ഇരുന്നു. ധൈര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ആൾ ഒരാൾ എഴുന്നേറ്റ് ആ കടമയിൽ ചാടുകയാണ്. ചാടി പറ്റുമെന്ന് ഇത് ഇയാൾക്ക് ചാടാൻ പറ്റും കേട്ടോ. അവിടെയാണ് ലീഡർ വരുന്നത്. പിന്നീട് ചാടി എല്ലാവരും കൂടെ പോകുന്നു. ഇതൊക്കെ ഒരു രസമുള്ളൊരു ടാക്ടിക്സ് ആണ് അത് സിനിമയ്ക്കകത്ത്. അപ്പോൾ അത് സിനിമയ്ക്കകത്ത് കാണിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എവിടേക്കോ കുറേ ടെക്നിക്കൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ സിനിമേന്റെ അകത്ത് പട്ടാളക്കാര് തള്ളുന്നെന്ന് പറയുന്ന ഇപ്പൊ സർ ഉപയോഗിച്ച വാക്കുണ്ടല്ലോ, നമ്മുടെ സിനിമകളിൽ തന്നെ അങ്ങനെയുള്ള കുറെ കഥാപാത്രങ്ങളെ നമുക്ക് പരിചയപ്പെടുത്താറുണ്ട്. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അതിപ്പോഴും ഇല്ലേ പട്ടാളക്കാരൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് തള്ളുന്ന അത് കുറെ ഇപ്പോഴും ഉണ്ട്. അതായത് പട്ടാളത്തിന് യുദ്ധഭൂമിയിൽ എവിടെയെങ്കിലും ഒരു ബുള്ളറ്റോ അല്ലെങ്കിൽ ഒരു ഗ്രനേഡിന്റെ പീസോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ തള്ളുന്നത് കേട്ടോണ്ടിരിക്കണം. ഞാൻ ആൾക്കാരെ കൊന്നിട്ടുണ്ട്, എനിക്ക് ഗാലറി മെഡലും കിട്ടിയിട്ടുണ്ട്. എനിക്കിന്ന് അവരൊരു ബുള്ളറ്റിൻ്റെ നേർക്ക് വന്നിട്ടില്ല. വരും, പക്ഷെ അത് തട്ടിത്തെറിഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ എൻ്റെ കഥകളെന്ന് പറഞ്ഞാൽ അത് എഴുതാൻ തുടങ്ങിയ ഒരു വലിയൊരു വോളിയം ബുക്ക് തന്നെ ഉണ്ട്. അപ്പം അത് ഇപ്പോൾ ഓർമ്മയില്ല. അതുകൊണ്ട് അവർ പറയുമ്പോൾ പലപ്പോഴും ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടോ അവരോട് ചോദിക്കുമ്പോൾ നോ സാർ യു ഡിഡ് ജസ്റ്റ് ഇത്. ഓക്കെ, തള്ളെന്ന് പറഞ്ഞാൽ അതല്ലേ പറയാം. ഇപ്പം ഈ യാഷികാത്യാഗിയെപ്പോലുള്ള ആളുകൾ ഇപ്പം ഫേസ്ബുക്കിൽ മുഴുവൻ അവരുടെ മുകളിലുള്ള അറ്റാക്കാണ്. വൈ ഹാവ് സ്റ്റോളൻ വന്ദന സ്റ്റോറി. വന്ദന എന്ന് പറഞ്ഞൊരു കൂർഗി മേജർ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അവരുടെ സ്റ്റോറി അങ്ങ് കട്ടെടുത്ത് ഞാൻ ചെയ്തു. I just fired. അത് കേൾക്കുമ്പോൾ നമുക്കെന്തൊരു അറപ്പ ബ്രിട്ടീഷൊക്കെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് ആ സ്ത്രീ. അത് നിങ്ങൾ എവിടെയെങ്കിലും യൂട്യൂബിൽ ഇട്ട് നോക്കിയാൽ മതി. അഭിനയിക്കും. നിറത്തിൽ അവരെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് കൊടുക്കുകയാണ് എല്ലാവരും. കാരണം ഫാക്ട് ചെക്കിൽ ഇതൊക്കെ വരും, അവരവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷെ അത് എന്ത് ധൈര്യത്തിലാണ് പറയുന്നത്? അത് വിഡ്ഢിത്തല്ല. അത് വെച്ചിട്ട് ഒരു ടെഡ് സ്പീക്കറായി ഓരോരോ കോളേജിൽ സ്പീക്കിങ്ങിന് പോകുന്ന സമയത്ത് 8 ലക്ഷം 10 ലക്ഷം വാങ്ങിക്കുന്നു. സോ അവരത് നല്ലൊരു കാര്യത്തിന് ചെയ്തു, അവരുടെ കാര്യത്തിന്. അവരിതുപോലെ ദാനം കൊടുക്കുക അതൊന്നുമില്ല. പക്ഷേ they did it. സോഷ്യൽ മീഡിയ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് 2 ദിവസമായിട്ട് ടൈസൺ എന്ന് പറയുന്ന ഡോഗിൻ്റെ ഒരു ഫോട്ടോയും നമ്മുടെ ആർമിയെ സഹായിച്ചിട്ട് വെടികൊണ്ട ടൈസൺ എന്ന് പറയുന്ന ഡോഗിൻ്റെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ വൈറലാവുന്നുണ്ടായിരുന്നു. നമ്മുടെ പിക്കറ്റ് 43-ലെ ഡോഗിന് പിന്നീട് എന്താ സംഭവിച്ചത്? മരിച്ചുപോയി. എന്താ സംഭവിച്ചു? വെടികൊണ്ട് മരിച്ചുപോയി. ബക്കാടിയിൽ നിന്ന് ഞാൻ പേരിട്ടിരിക്കുന്നത്, എൻ്റെ പേര് ഹക്ക എന്നായിരുന്നു. ഞങ്ങളുടെ കംപ്ലീറ്റ് യൂണിറ്റായിട്ട് നല്ല ബന്ധമായിരുന്നു. അതിനകത്ത് പൃഥ്വിരാജിൻ്റെ ഡോഗായിട്ട് അഭിനയിച്ച്. ഈ ഹക്ക എന്ന് പറയുന്ന ഡോബർമാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പട്ടികളൊക്കെ. ഉച്ചയ്ക്ക് കിടക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് വന്ന് കിടക്കും. ഞങ്ങൾ 1 മണിക്കൂറൊക്കെ ഉറങ്ങുമ്പോഴൊക്കെ കൂടെ വന്നിട്ട് ഒരു ഫോട്ടോ കൊണ്ട് അത് 4 കാലം ഇങ്ങനെ ആക്കി ഞാനും കിടക്കുന്ന തൊപ്പിക്കെട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു അവന് പാവം. ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞ് വന്ന് 2 മാസം കഴിഞ്ഞപ്പോൾ എൻകൗണ്ടർ എവിടെ പോയപ്പം ഇവ ഷോട്ട്. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ യൂണിറ്റുകാർ മുഴുവൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. എല്ലാവരും അന്ന് രാത്രിയിൽ ഹക്ക പോയി സാർ, ബക്കാടി പോയി സാർ. പൃഥ്വിരാജിന്റെ ഒപ്പമുള്ള അഭിനയം മോഹൻലാൽ അല്ലാണ്ട് മോഹൻലാൽ മമ്മൂട്ടിക്ക് ശേഷം സാറിന്റെ സിനിമയിൽ ഒരു പട്ടാള വേഷം ചെയ്യുന്നത് പൃഥ്വിരാജ് ആയിരുന്നു. അത് അന്ന് ആ സിനിമ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമായിരുന്നു. പൃഥ്വിരാജിനെ അങ്ങനെ ഒരു റോളിലേക്ക് എങ്ങനെയായിരുന്നു അതൊരു? പൃഥ്വിരാജ് വാസ്
ആക്ച്വലി ആപ്റ്റ് ഫോർ ദാറ്റ്. ആ കഥ എഴുതിയിരിക്കുന്നത് മോഹൻലാലിന് വേണ്ടിയിട്ടായിരുന്നു. അതെ. പക്ഷെ അത് മോഹൻലാൽ തന്നെയാണ് പിന്നെ പറഞ്ഞത്. കാരണം ഈ കേണൽ മഹാദേവൻ എന്നുള്ള ക്യാരക്ടർ ഒരു ഹവൽദാറായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു കല്ലുകടി ഇല്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞ കല്ലുകടിയുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സ്വാർത്ഥനായി, മോഹൻലാലിൻ്റെ ഡേറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അത് കഥയിൽ ഒരു സുഖം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ഓക്കെ. ഇവൻ്റെ പൃഥ്വിരാജിൻ്റെ ഈ ലാൽ തന്നെയാണ് പറഞ്ഞത്, ഞാൻ ചെയ്തത് ശരിയാവില്ല, രാജുവിനെ നോക്കുക, അതാ കറക്റ്റ് ചെയ്യിച്ചെന്നു. അങ്ങനെയാണ് രാജുവിലേക്ക് എത്തുന്നതും കഥ പറയുന്നതും ഓക്കെ ആവും. ആൻഡ് ഹി ഡിഡ് ദ ജസ്റ്റിഫിക്കേഷൻ ടു ദാറ്റ് റോൾ. അത് എല്ലാ കാര്യങ്ങളെ കൊണ്ടും ആ ഒരു ഫിയർ ഫാക്ടറുള്ളൊരു സോൾജർ, പിന്നീട് പാകിസ്ഥാനി പട്ടാളക്കാരന് വേണ്ടി ജീവൻ കളയാൻ വേണ്ടി നിൽക്കുന്ന ഒരു സോൾജർ. അവിടെയാണ് എൻ്റെ ആ പിക്കറ്റ് ഫോർട്ട് എപ്പോഴും പറയുന്നത്, ഞാനൊരു കാവ്യാത്മകമായിട്ടുള്ള ഒരു കഥ എഴുത്താണ്. ഒരു കമ്പിവേലിക്ക് അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന രണ്ട് പേര്, അവരിലുണ്ടാവുന്ന സ്നേഹം, ഇതിത്രയേ ഉള്ളൂ. ജനങ്ങളോട് അത് തന്നെയാണ് പറയുന്നത്. എത്ര വലിയ ശത്രുവാണെങ്കിലും ശരി, ഒരു ചിരി, ഒരു നോട്ടം, ഇതിൽ ഈ ശത്രുത വളരെയധികം ഡൈലൂട്ടാവും. അപ്പം നമുക്ക് എന്തുണ്ടെങ്കിലും പറഞ്ഞു തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഈഗോ കാരണം ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ആ നാളെ ചിലപ്പോൾ വരാതെ പോകും. അതിന് മുന്നേ നിങ്ങളുടെ ആരെങ്കിലും ഒരാളില്ലാതായി പോകും. അപ്പോൾ അത് ഭയങ്കര വിഷമമുള്ളൊരു ഭയങ്കര ഫീലിംഗ് ഉള്ളൊരു സംഭവമാണ്. പക്ഷേ ദാറ്റ് സിനിമ ഐ റിയലി എൻജോയ്ഡ് മേക്കിംഗ് ഇറ്റ്. അൺഫോർച്ചുനേറ്റ്ലി വി ഗോട്ട് എ സെൻസ്ലെസ് ഒരു സിനിമയെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ലാത്ത, സിനിമ പിടിക്കുന്ന വേറെ പല കാര്യങ്ങളൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരാളായിപ്പോയി. അതിൻ്റെയൊക്കെ ഒരു പ്രൊഡ്യൂസറും അതിന് കൂടെ ഭയങ്കര വിഷമമുണ്ട്. ഒരു നാഷണൽ അവാർഡിനോ അല്ലെങ്കിൽ ഒരു അവാർഡിനോ അയച്ചില്ല പടം. അപ്പോൾ ഓരോ സിനിമയ്ക്കൊരു കഥയുണ്ട്. ഓരോ സിനിമ ഉണ്ടാവുന്നതിന് പിന്നിൽ ഒരു കഥ ഉണ്ടാവുമല്ലോ. പിന്നിലുണ്ട്, അതെപ്പോഴും ഉണ്ടാവും. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 2017 ശേഷം സാറിൻ്റെ ഒരു സിനിമ സംവിധാനത്തിൽ വന്നതായിട്ട് കാണുന്നില്ല. ശരത് കുമാർ സാറിനെ വെച്ചിട്ട് പ്രഖ്യാപിച്ചൊരു സിനിമ ഉണ്ടായിരുന്നു, ഓപ്പറേഷൻ രാഹത്ത്. അതിപ്പോൾ നടക്കില്ല, കാരണം അത് ഹ്യൂജ് ബഡ്ജറ്റൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അതേ പ്രൊഡ്യൂസറായിരുന്നു എൻ്റെ കൂടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് വേണ്ടിയിട്ട് വന്നത്. സോ ആ പ്രൊഡ്യൂസറായിട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഒരു ലെവലിൽ മോഹൻലാലിന് കൊണ്ടുപോയിട്ട് അഡ്വാൻസ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നീട് എനിക്ക് എത്ര സമയം വേണമെങ്കിൽ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് ആ പടം ചെയ്യും. അപ്പം അതിൻ്റെ സമയം വരട്ടെ, അത് വന്നു കഴിഞ്ഞാൽ അത് അനൗൺസ് ചെയ്യാം. ഇപ്പം സാറിൻ്റെ ഈ സിനിമകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പട്ടാള സിനിമകളാണ്. ഇനി സാർ ഒരു സംവിധാനം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ പട്ടാളത്തിൻ്റെ തന്നെയാണെങ്കിലും അല്ലെങ്കിൽ ഒരു എയിം, അങ്ങനെ ഒരു സിനിമ. ഇപ്പം എൻ്റെ മനസ്സിലകത്തും പ്ലാൻ ചെയ്ത് പകുതിയോളം കുറേയൊക്കെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു പടമാണ് ഓപ്പറേഷൻ സിന്ദൂർ. അത് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എത്തിയിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ലൂസാവും, മാക്സിമം ഒരു മാസത്തിനകത്തെല്ലാം ലൂസായിട്ട് പ്ലാൻ മുന്നോട്ട് പോകും. ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും. ഈ സംവിധായകൻ്റെ ഉള്ളിലെ അഭിനേതാവ് ഇപ്പം തുടർച്ചയായിട്ട് സാർ അഭിനയിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അഭിനയത്തെ അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് നമ്മൾ ആരാന്നുള്ളത് ഡയറക്ടർ പറയുന്നതാണ്. അവിടെ ഒരു ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മളാണ് ആക്ടറോട് പറയുന്നത് നീ ആരാണെന്നുള്ളത്. അപ്പം ഈ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളാണ്. ചിലപ്പോൾ ചില ഡയറക്ടേഴ്സ് ഭയങ്കര ഫ്രീഡം തരും. ഇതാണ് ക്യാരക്ടർ, സാർ എന്താ ചെയ്തു, എവറി ടൈം അങ്ങനെ ഒരാളാണ്. ബാക്കി പലരും ഡയലോഗ് പറഞ്ഞാൽ അതിങ്ങനെ ഡെലിവറി കൊടുത്താൽ ഓക്കെ. അപ്പം അഭിനയിക്കണമെന്ന് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു. അതല്ല പറയാം, പ്രിയൻ്റെ കൂടെ ഇരിക്കുമ്പോൾ വലിയ ചാൻസൊന്നും കിട്ടില്ല. അങ്ങനെയാണ് ഡയറക്റ്റ് ആയതിന് ശേഷം ഞാൻ ആരോടും ചോദിക്കാതെ തന്നെയാണ് എനിക്ക് അഭിനയിക്കാനുള്ള ചാൻസുകൾ വന്നുകൊണ്ടിരുന്നത്. മേജർ രവി എന്നുള്ളൊരു വ്യക്തി എന്നുള്ളതിന് മുകളിൽ ചാൻസുകൾ വരാൻ തുടങ്ങി. അങ്ങനെയാണ് അഭിനേതാവായത്. ഇപ്പം ഞാൻ സ്പാ എന്നുള്ളൊരു മൂവി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വളരെ കോമിക്കൽ ക്യാരക്ടറായിട്ടാണ്. ആദ്യമായിട്ടാണ് ഈ മസിലില്ലാതെ യൂണിഫോം ഇല്ലാതെ ടീഷർട്ടും അല്ലെങ്കിൽ ടവലൊക്കെ ചെയ്തിട്ട് ചുറ്റിയിട്ടുള്ള ഒരു ബാത്റൂമിൻ്റെയും ബെഡ്റൂമിൻ്റെയും സീന് അതിൻ്റെ ഇടയ്ക്ക് വരുന്നത്. അത് വരുന്നുണ്ട്. അതൊരു കുറച്ച് ഹിലേരിയസ് സംഭവമാണ്.
അതെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. ബാക്കിയുള്ളവരിൽ നിന്ന് ചിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഓ ദാറ്റ്സ് ഗുഡ്. അപ്പം ഇങ്ങനെയുള്ള സിനിമകളിൽ അഭിനയിക്കാൻ ചാൻസ് നമുക്ക് കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിലോ നിങ്ങൾ പറഞ്ഞ് മാത്രം ചെയ്യാന്ന് പറയുമ്പോൾ ഒരു മൊണോട്ടണസ് ഫീലിംഗ് ആണ്. ഇനി സംവിധായകൻ എന്ന നിലയിൽ ക്യാമറക്ക് മുന്നിൽ അമ്പരിപ്പിച്ച മോഹൻലാൽ ഓഫ് കോഴ്സ് ഉണ്ടാകും. അല്ലാണ്ട് അമ്പരിപ്പിച്ചൊരു അഭിനേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അമിതാഭ് ബച്ചൻ അടക്കം പലരും. അമിതാഭ് ബച്ചൻ ഈ സർപ്രൈസസ് യു. അങ്ങേരെ ഡിസിപ്ലിൻ കൊണ്ടും ആ ഡയലോഗിൻ്റെ ഒക്കെ ഡെലിവറി, അതുപോലെ ആ പെർഫോമൻസ്, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്താണ് ഇങ്ങനെ ഉദ്ദേശിച്ചത്. പക്ഷെ പിന്നെ അതിൻ്റെ എന്നിട്ട് പറയും പെട്ടെന്ന് സ്റ്റോപ്പ് ഇറ്റ്, കീപ് ഇറ്റ്, വിൽ ടേക്ക് വൺ മോർ, വിൽ ഇംപ്രൊവൈസ് എന്ന്. അങ്ങനെ ഇംപ്രൊവൈസ് ആയിരിക്കും. പിന്നെ നമ്മൾ കൺഫ്യൂഷനാവും ചിലപ്പോൾ ഏതെടുക്കണം എന്നുള്ളത്. അതാണ് അമിതാഭ്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അതുമൊക്കെ എല്ലാം വരും അതിനകത്ത്. പിന്നെ മുമ്പ് ഇൻ്റർഫിയർ ചെയ്യില്ല. നമുക്ക് വേണ്ടതിനെ 2-3 വെറൈറ്റി തരും. അതാണ് അമിതാഭ് ബച്ചൻ എന്നുള്ള വ്യക്തി. അത്രയും പരിചയസമ്പന്നരായ അഭിനേതാക്കൾക്കൊപ്പം പോലെ ജീവ എന്ന് പറയുന്ന ഒരു നടന് ഒരു വലിയൊരു കരിയർ ബ്രേക്ക് ആയിരുന്നു കീർത്തിചക്ര പോലെയുള്ള സിനിമ. അങ്ങനെ പുതുമുഖങ്ങൾ, ജീവ അടക്കമുള്ള പുതുമുഖങ്ങളെ എങ്ങനെയാണ്? പുതുമുഖങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജീവയ്ക്ക് ബേസിക്കലി ദർ ഇസ് ആൻ ആക്ടിങ് ഇൻ ഹിം. ഹി ഡിഡ് എ റാം എന്നുള്ളൊരു സിനിമ എൻ്റെ സിനിമയ്ക്ക് മുന്നേ റിലീസായിട്ട് ഞാനൊരു പ്രാവശ്യം ക്ലിപ്പ് കണ്ടു. അങ്ങനെയാണ് ജീവയിലേക്ക് എത്തുന്നത്. പ്ലസ് എല്ലാം കൂടെ തട്ടിത്തിരിഞ്ഞിട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ ജീവയുടെ അച്ഛനായിട്ട് മാറി. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു നിമിത്തം വരുന്നത്. പിന്നീട് നമ്മൾ പറയിട്ട് നോക്കിയിട്ടില്ല. ഇപ്പൊ പറഞ്ഞു സിനിമയിലെ നിമിത്തം. ഇതിപ്പോ സാർ ഇപ്പൊ പറഞ്ഞ പല ബാക്ക് സ്റ്റോറി പറയുമ്പോൾ പറയുന്നതാണ് നിമിത്തം. ഇപ്പൊ പുനർജനിയിലെ ബാലതാരമായി കുട്ടി വന്നത് എത്രത്തോളം ആ നിമിത്തം സാറിന്റെ കരിയറിൽ ഉണ്ടായിട്ട്? എൻ്റെ കരിയറിലെ നിമിത്തങ്ങൾ പലതും നടന്നിട്ടുണ്ട്. കീർത്തിചക്ര എന്നുള്ളത് പോലെ ഒരു നിമിത്തമായിരുന്നു. അല്ലെങ്കിൽ ബിജുമേനോൻ ചെയ്യേണ്ട പടമായിരുന്നത്. ആ ആദ്യം ബിജുമേനോൻ്റെ അടുത്ത് പോയി ഒരു ഇതൊക്കെ പോവാണ്. പിന്നെ അത് പ്രൊഡ്യൂസറും ശരിയല്ല, എനിക്കിഷ്ടപ്പെട്ടില്ല പ്രൊഡ്യൂസറെ. അവന്മാർ സിനിമ എന്നല്ല, വെറുതെ ഒരു സിനിമ ഇതെന്ന് പറയുന്ന കുറച്ച് അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ചുണ്ട് അഭിനയിക്കാൻ വന്നത്. പിന്നെ ഇതെല്ലാം കൊണ്ടവിടെ ഇട്ടു. മോഹൻലാലൊക്കെ എനിക്ക് ഡേറ്റ് വരുന്നത്, കാരണം നമ്മൾ പുതിയ ഡയറക്ടറില്ലായിരുന്നു. പക്ഷെ പിന്നെ ആ ഒരു സമയം വന്നു 2 വർഷം കഴിഞ്ഞ് ഒരു സിറ്റുവേഷനിൽ ഞാനും പ്രിയേട്ടനായിട്ട് ചെറിയൊരു സ്വരച്ചേർച്ച വന്ന്, ഞാൻ ഇനി പ്രിയേട്ടനോട് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഈ ബുക്ക് എടുത്ത് നേരെ മോഹൻലാലിൻ്റെ അടുത്ത് പോകണം, ഇങ്ങനെ സാധനമുണ്ട് ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും കഥ എന്താണ്, അങ്ങനെയാണ് കഥ പറയുന്നത്. കാഞ്ഞങ്ങാട് വെച്ചിട്ട് കഥ പറഞ്ഞ് അപ്പം തന്നെ ഡേറ്റുമായി. ലാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് എവിടെ കിടന്നിരുന്നാണ് ഇങ്ങോട്ട് പോകുന്നത്. നേരെ വെച്ചാൽ അന്ന് ബിജുമേനോൻ നായകനൊന്നും ആയിട്ടില്ല. നായകനാണ്, പക്ഷെ ഇതുപോലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു. പക്ഷെ നടന്നില്ല. പിന്നെ നടന്ന ഇതല്ലേ. അപ്പം അതൊരു നിമിത്തമല്ലേ. മേജർ രവി എന്നുള്ള ഒരാൾക്ക് ഇങ്ങനൊരു പടം ചെയ്യാനും 155 ദിവസമായി പടം തിയേറ്ററിൽ ഓടാനൊക്കെ ഉള്ളൊരവസരം വന്നത് അത് മോഹൻലാലായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാം പറഞ്ഞ നിമിത്തം എന്നുള്ളത് ഇപ്പോഴും ഞാനതിൽ വിശ്വസിക്കുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്നോ തുടങ്ങുന്നതാണ്, ഇതുവരെ തുടങ്ങിയിട്ടില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് പോയി ഷൂട്ട് ചെയ്ത് അതൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അതെന്താവുന്നുള്ളത് അതിൻ്റെ നിമിത്തം വരുമ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും. സാറിന് ഇഷ്ടപ്പെട്ട ഒരു പട്ടാള സിനിമ ഏതാണ് സാറിൻ്റെതല്ലാണ്ട്? ഞാൻ ഇഷ്ടപ്പെട്ട നിങ്ങളതൊന്നും കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്നുള്ള അറിയില്ല. ഇപ്പോൾ സേവിങ് പ്രൈവറ്റ് റയൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒരു പട്ടാളം, ഒരാൾ എവിടെയോ കുടുങ്ങിയിട്ടുണ്ടോ ഉണ്ടോ ഇല്ലയെന്നുള്ള അറിയാം, ആ തേടി പോകുന്ന ഒരു സംഭവം. അതിൽ എത്ര പട്ടാളക്കാർ മരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഒരാൾ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൈവറ്റ് ട്രെയിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത് ഈ പട്ടാളം. ആ യുദ്ധത്തിൽ മരിച്ചു പോകുന്ന കുറേ പട്ടാളക്കാർ, 100 ചില ആൾക്കാർ മരിച്ചു പോകും. എന്തിനാണ്? ഒരു പട്ടാളക്കാരെ സേവ് ചെയ്യാൻ. അതൊരു കൺസെപ്റ്റ് വേറെ അല്ലേ അത്? അത് ഒരാളെ സേവ് ചെയ്യണം. കാരണം എന്താണ്? ആ അച്ഛനും അമ്മയും എല്ലാ മക്കളും മരിച്ചുപോയി. അപ്പോൾ പ്രൈവറ്റ് ട്രെയിൻ മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിക്കുള്ളൂ.
അനിയൻ പോയി, അച്ഛൻ പോയി, ഇങ്ങനെയൊക്കെ ഉള്ളത് ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പട്ടാളം അവനെ തേടി പിടിച്ച് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പക്ഷെ ആ പോണ പോക്കിൽ 120-150 പട്ടാളക്കാർ മരിച്ചു. അങ്ങനെയുള്ള പടങ്ങളുണ്ട്. ഇപ്പുറത്ത് നോമാൻസ് ലാൻഡ് പോലുള്ള ചെച്ചിനി ഇവിടെ സെർബിയയുടെ ബോർഡറിലുള്ള ഒരു പടം, അതൊക്കെ അത് വേറെ ലാംഗ്വേജ്, ഇംഗ്ലീഷല്ല. അത് ഓസ്കാർ അല്ലായിരുന്നു, അതിന് കാൻസ് അവാർഡ് കിട്ടിയിട്ടുള്ളൊരു പടമാണ്. പിന്നെ പാറ്റേൺ, അതുപോലെ തന്നെ ഡിസർട്ട്, കിങ് ഓഫ് അറേബ്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ കുറേ അങ്ങനെയുള്ള പട്ടാളപ്പടങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ സിനിമകളും ഇരുന്ന് കാണാം. ഞാൻ കാണാറുണ്ട്. എങ്ങനെ എന്റർടൈൻമെന്റ് സിനിമകൾ എങ്ങനെയാ? അതല്ലാണ്ട് പട്ടാള സിനിമകളല്ലാണ്ട് അല്ലെങ്കിൽ കോമഡി, മോഹൻലാലിന്റെയും അല്ല ഏറ്റവും എനിക്കുള്ള കോമഡി തന്നെ പ്രിയദർശൻ മോഹൻലാൽ കോമ്പിനേഷൻ്റെ നല്ല പടമുണ്ട്. പിന്നെ ചില പടങ്ങൾ പണ്ടത്തേക്ക് ദിലീപിൻ്റെയൊക്കെ കോമഡികൾ. ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ റിപ്പീറ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം, ഒന്നുമില്ലെങ്കിലും ടി വി ഓണായിട്ടിരിക്കും. അപ്പം ഈ കൗമുദി ടി വിയുടെ ഒരു ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, എൻ്റർടൈൻമെൻറ്റ് പ്രാങ്കിങ്. അതിരുന്ന് അതിൽ ആ 3 ക്യാരക്ടർ, പ്രദീപ് എന്ന് പറഞ്ഞൊരു ഇടത്തിനാണ്. അത് കഴിഞ്ഞൊരു 2 ലേഡീസുണ്ട്, ഒന്നൊരു ടോളായിട്ടുള്ള ലേഡിയും പിന്നെ ഒരു ചെറിയൊരു ഭയങ്കര രസമാണ്. ഈ രണ്ടും ഉള്ള കോമ്പിനേഷൻ. അവരൊക്കെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പിച്ചക്കാരിയായിട്ടിരിക്കും, ചിലപ്പോൾ മദാമയായിട്ടിരിക്കും. അതൊക്കെ ലൈറ്റായിട്ടിരുന്ന് ഒരു 27-30 മിനിറ്റ്സിൻ്റെ സംഭവം. കോമഡി അല്ലാതെ ഇപ്പം ഒരു ഡ്രാമ അങ്ങനെയുള്ളതിലൊന്നും വലിയ ടൈം വേസ്റ്റ് ചെയ്യില്ല. ഒന്നുകിൽ വല്ല കോമഡിയും അല്ലെങ്കിൽ അതുപോലെ ആക്ഷൻ ഓറിയൻറ്റഡ് പടങ്ങൾ. ഇപ്പോഴങ്ങനെ പറയുമ്പോൾ കുറേ ഇംഗ്ലീഷ് പടം. അതുപോലെ തന്നെ ഇപ്പോൾ ഡൺക്രിക്ക് എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു, അവിടെയൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഒന്നുമില്ലാതെ പേടിത്തൊണ്ടായിരുന്ന ഒരു ഡോക്ടർ എത്ര ആൾക്കാരെ സേവ് ചെയ്തു എന്നുള്ളതാണ് ആ പടത്തിൻ്റെ യുദ്ധഭൂമിയിൽ നിന്ന്. ഡോക്ടർക്ക് മരുന്ന് കൊണ്ട് മാത്രമല്ല തോക്ക് കൊണ്ടും സേവ് ചെയ്യേണ്ട അവസരം വന്നിട്ട് തോക്ക് കൊണ്ട് സേവ് ചെയ്യുന്നതാണത്. തോക്കെടുക്കാൻ മടിച്ചിരുന്നൊരു വ്യക്തിയാണത്. പക്ഷെ അങ്ങേർക്ക് സ്വന്തം പട്ടാളക്കാരെ രക്ഷിക്കാൻ വേണ്ടി തോക്ക് യൂസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഗ്രാൻഡിയർ ഇവരുണ്ടാക്കുന്നത്. അങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ സംവിധായകൻ എന്ന നിലയിൽ നമുക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ചെയ്യാൻ. പക്ഷെ ചിലതിപ്പോൾ ഞാൻ 1971 10-20 ടാങ്കൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ പടം തിയേറ്ററിൽ ഞാനങ്ങ് കരഞ്ഞുപോയി. ഞാൻ പടത്തിൻ്റെ ഫസ്റ്റ് കോപ്പി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഗ്രേഡ് ചെയ്ത് വന്ന സമയത്ത് ഞാൻ ഡേ ഫോർ നൈറ്റ് അടിച്ച് മുഴുവൻ ഡാർക്കാക്കിയിട്ടും തന്നു. ലാസ്റ്റ് ഒരു അരമണിക്കൂർ നോക്കുന്ന സമയത്ത് ഒന്നും കാണാനില്ല തിയേറ്ററിൽ. കുറേ വെടിയും പോകടിയും ശബ്ദമുണ്ട്, അതുപോലെ തീയ്. ഡേ ഫോർ നൈറ്റ് ഇങ്ങനൊരു ഡാർക്കാക്കലുണ്ടോ? എന്തായാലും പടം കഴിഞ്ഞു പോയി. എഗെയിൻ നിമിത്തം ആ പടത്തിന് യോഗമില്ല. ഭയങ്കരമായിട്ട് മേജർ രവി മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന സിനിമ എന്ന തലയിൽ വളരെയധികം പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരു സിനിമ കൂടിയായി. അതെ, അതോ ഇപ്പൊ ടി വിയിൽ ആൾക്കാർ കാണുമ്പോൾ നല്ല സിനിമ കേട്ടോ. അന്നെന്താ വെച്ചാൽ അവർക്ക് തിയേറ്ററിൽ കാണാൻ പറ്റില്ല, അത് അതിൽ കയ്യിന്ന് പോയി. അങ്ങനെ ചിലത് അങ്ങനെ കയ്യിന്ന് പോകും. മേജർ രവി മോഹൻലാൽ കൂട്ടുകെട്ടെന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്കുള്ള ഒരു പ്രതീക്ഷയില്ല, അത് സംവിധായകന് സമ്മർദ്ദം തന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് പലപ്പോഴും തരും. പിന്നെ മോഹൻലാലാവുന്നതുകൊണ്ട് നമുക്ക് പകുതി ടെൻഷനില്ല. പക്ഷെ ഇദ്ദേഹത്തിൽ നിന്ന് പുതുതായിട്ട് എന്തെടുക്കണം എന്നുള്ളതാണ് കഴിഞ്ഞ 6 വർഷം ഞാൻ ഈ പടം ചെയ്യാതിരിക്കുന്നതിൻ്റെയും കാരണങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇനി പുതിയതെന്തും മോഹൻലാലിന് കൊടുക്കും എന്നുള്ളതാണ്. ജനങ്ങൾ പഴയത് ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അത് റിപ്പീറ്റേഷൻ ആ പടത്തിലുണ്ടായിരുന്നു ഇപ്പോഴും. അത് ഞാൻ പഠിച്ചു തെറ്റ്. അപ്പം ഇപ്പോൾ ഇതുപോലൊരു നിമിത്തം പോലെയാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ വന്നിരിക്കുന്നത്. അതിനകത്ത് ഇമോഷൻസും ആക്ഷനായിട്ടൊരു പുതുമയുള്ളൊരു സംഭവമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ത്രൂ ഔട്ട് മോഹൻലാൽ നിന്ന് അടിക്കുന്നതിൻ്റെ ഒരു പ്രസൻസ് അവിടെ ആവശ്യമില്ല. ആ സിനിമയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ചില ചേരുവകളും അതിൻ്റെ ഒരു പ്രത്യേക പാറ്റേണാണ്. ഇൻട്രസ്റ്റിങ് ഇമോഷണൽ കരച്ചിൽ പിടിച്ചതെല്ലാം. പിന്നെ ഒരു വെഞ്ചിയൻസ് ഓഡിയൻസിൽ നിന്ന് കൊല്ലടാന്ന് പറയുന്ന സമയത്ത് വരണ ആള്. അങ്ങനെയുള്ള അത് ആ ഒരു മാറ്റം കാണാം, വരുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. അതിനു മുമ്പ് രണ്ട് ചോദ്യം കൂടെ. ആ ഒരു സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുന്നേ, ഇപ്പം കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. സർ ആ ടീസർ കണ്ടിട്ടുണ്ടായിരുന്നു, എന്താണ് അതിൻ്റെ ഒരു ഒറ്റ വാക്കിൽ തീർക്കുക? നിങ്ങൾ ടീസർ കണ്ടിട്ട് ഇവിടെ നിങ്ങൾ കാത്തിരിക്കുകയാണ്, എന്തെങ്കിലും
കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും ബീഫ് കിട്ടിയെന്നു, പൊറോട്ട സപ്ലൈ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. എനിക്ക് നിങ്ങളോടൊക്കെ പുച്ഛമാണ് അതിനകത്ത്. കാരണം ദുരന്തരം എന്നുള്ള സിനിമയുടെ ടീസറല്ല, ട്രെയിലർ 3 മിനിറ്റ് ഇട്ടുണ്ടായിരുന്നു. ഒറ്റ ഷോട്ട് പോലും പടത്തിലില്ല. ആർക്കെങ്കിലും അറിയത്? ഞാൻ ഡയറക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഡയറക്ടർ സാർ അത് ആ പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ വേണ്ടി ചെയ്തിട്ടില്ല. അപ്പോൾ അതുപോലെ നിങ്ങൾ പടം വന്ന് കണ്ട് എന്താണ്, നിങ്ങൾ ഇപ്പുറത്തുള്ള ഷോട്ട് കണ്ടില്ല, അപ്പുറത്ത് നിങ്ങളിപ്പോൾ ഈ മറ്റേ ഇതിൽ മൊബൈലും കൊണ്ട് നടക്കുന്ന ആൾക്കാർ ചിലവന്മാർ ചെയ്യുന്ന പണി പോലെ ഉണ്ടല്ലോ, പറയുന്ന മുഴുവൻ ഉണ്ടാവില്ല, ഏതെങ്കിലും ഒന്നും കൂടെ അങ്ങോട്ടും കൊണ്ട് കട്ട് ചെയ്തു അവർ കേട്ടു, അപ്പോഴത്തേക്കും കാള പറ്റൂ കയറെടുക്കുക. ഇതാണ് ഇവിടെ കേരളത്തിലത്തെ രാഷ്ട്രീയം. ലെഫ്റ്റും റൈറ്റും, ലെഫ്റ്റുകാരാണ് ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ. പോത്തിനെ ഇറക്കുന്നു, ബീഫിനെ ഇറക്കുന്നു. നോൺസെൻസ്. ഒരു ഷോട്ട് കണ്ട് ഒരു കുട്ടിയുടെ വായിൽ ബീഫ് തിരികെ, നിങ്ങൾക്ക് എങ്ങനെ അറിയാം ബീഫാണെന്നുള്ളത്? അത് പറഞ്ഞോടെ ഡയലോഗിൽ. പക്ഷെ കുട്ടി തന്നിരിക്കുന്ന കോഴിയല്ലേ ഷോട്ടിൽ, കുട്ടി ബീഫ് കഴിക്കില്ല. അതല്ല നിങ്ങളുടെയൊക്കെ എനിക്ക് പറയുന്ന മൈൻഡ് സെറ്റ് എങ്ങനെയാണ്? പടം വരട്ടെ, പടങ്ങളും വന്നിട്ട് കാണുക. അപ്പോഴത്തേക്ക് അതിന് കേരളത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി മാത്രം ഇവിടെ എന്താ കൺവെൻഷൻസ് നടന്നിട്ടില്ലേ? ഇല്ലേ? എന്നിട്ട് കേരള സ്റ്റോറി 1 ഇവിടെ ഓടാൻ സമ്മതിച്ചില്ലല്ലോ. ആരാണ് ഇവിടെ ഭരിച്ചിരുന്ന? പിണറായി സർക്കാരിൻ്റെയാണ് ഈ ഇനിഷ്യേറ്റീവ്. എന്താണ്? ഞങ്ങൾ മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാം, മുസ്ലിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം, ഹിന്ദുവിനെ പ്രൊട്ടക്ട് ചെയ്യണം. നിങ്ങൾ ആരുമല്ല. ഇവിടെ ഹിന്ദു മുസ്ലിം തമ്മിൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് ബീഫിൻ്റെ പേരില്ല. എന്നാൽ നിങ്ങളെന്താ പന്നിയുടെ ഫെസ്റ്റ് നടത്താത്തത്? അത് നിങ്ങളുടെ വോട്ടിനെ ബാധിക്കുമല്ലേ? നോൺസെൻസ്. ഇതൊക്കെയാണ് നിങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. നിങ്ങളിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലേ നോക്കുന്നത്. ഇവിടെ എവിടെയാണോ മതപ്രശ്നം? ഇവിടെ ഏത് മുസ്ലിമിനെയാണ് ഹിന്ദു പോയി ഡെയിലി കാലത്ത് പോയിട്ട് ഇന്നിപ്പോൾ ഈ വീട്ടിൽ 2 കൊല്ലണം, ഇപ്പുറത്ത് മുസ്ലിം ഇങ്ങോട്ട് വന്നിട്ട് 2 ഹിന്ദുവിനെ കൊല്ലണം? ഒരു കേസ് പറ. അതിൽ ഈ പിണറായി വിജയൻ സർക്കാർ അഭിമാനിക്കൊന്നും വേണ്ട. കാരണം ഇവിടുത്തെ ജനങ്ങളുടെ സാത്വികത്വമാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഹിന്ദു, മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഈ മതമൈത്രി ഉണ്ടല്ലോ, അതുണ്ട്. നിങ്ങളതിനെ ഇല്ലാതാക്കുകയാണ്. അവിടെയാണ് മതനിരപേക്ഷത എന്നൊക്കെ പറഞ്ഞ് വാക്കും പറഞ്ഞിട്ടുണ്ട് വരും. ഇന്നലെ വി ഡി സതീശൻ ഷൗട്ട് ചെയ്യുന്നുണ്ട്, മതസ്പർദ്ധ ഉണ്ടാക്കുന്നവരെ ഞങ്ങൾ വെറുതെ വിടില്ല. നിങ്ങൾ വെറുതെ വിടില്ല. നിങ്ങളാരും വെറുതെ വിടാൻ? ഞങ്ങളിവിടെ മതസ്പർദ്ധയൊന്നും ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ പറയുന്നതിന് അപ്പോൾ വോട്ടിൻ്റെ സമയമായി. അപ്പോൾ ഇവരുടെ വിചാരം ഈ മുസ്ലിം വോട്ട് കിട്ടണമെങ്കിൽ മുസ്ലിങ്ങളെ, അത് നല്ലൊരു മൗലിയാർ മുസ്ലിയാർ എന്ന് പറയുന്നത് കേട്ടില്ല, നിങ്ങളായിട്ട് ഞങ്ങളെ ഉദ്ധരിക്കാൻ വരുന്നതും വേണ്ട എന്നുള്ളത് രാഷ്ട്രീയക്കാരോട് പറഞ്ഞ് കേൾക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അറ്റ്ലീസ്റ്റ് അവരത് മനസ്സിലാക്കാൻ തുടങ്ങിയെന്നുള്ളത്. ആൾക്കാരെ കളിപ്പിക്കുന്ന പരിപാടി നിർത്തും. അപ്പം ഈ ഒരു ബീഫ് തീറ്റിക്കുന്ന ഒരു ഷോട്ടും വെച്ചിട്ട് നിങ്ങളിവിടെ ബീഫ് ഫെസ്റ്റ് നടത്തി. ഇനി അതും ഖജനാവിലത്തെ പൈസ ആയിരിക്കും ചിലപ്പോൾ. അതിൻ്റെ പൈസ ഞാൻ കൊടുക്കണം, ടാക്സ്. തിന്നണ്ടോ തിന്നിട്ട് പോവുകയും ചെയ്തു. ഇതിപ്പോൾ ആരും കഴിക്കാത്തതൊന്നുമില്ല. പിന്നെ നിങ്ങൾ ഈ ബീഫ് എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾ പശുവിനെ കണക്ട് ചെയ്യുന്നത്? ബീഫ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വരുമാനങ്ങൾ ഉണ്ടാക്കുന്നതാണ് കോടികളുടെ. ഒരു പ്രശ്നമില്ല ബീഫിന്. പക്ഷെ നിങ്ങൾ കൗനെ അതിൻ്റെ ഇടയിലേക്കാണ് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. എന്നിട്ടാണ് കൺഫ്യൂസ് ചെയ്യുക. അപ്പോൾ ഇവരുടെ വിചാരം ബീഫ് എന്ന് പറഞ്ഞാൽ പശുവാണ്. അങ്ങനെ ആൾക്കാരെ കളിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് പണ്ടറിഞ്ഞ് വെട്ട് തിന്ന് എന്ത് വേണം ചെയ്യും. പക്ഷെ പശുവിൻ്റെ കാര്യത്തിൽ എന്താ വരുന്നത്? അത് നോർത്ത് ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വികാരമുള്ളൊരു സാധനമാണ് ഈ ആ ഒരു മൃഗം. നിങ്ങളെന്താണ് ഇപ്പം മയിലിനെ വെട്ടി തിന്നാത്തത്? നിങ്ങൾ രാജസ്ഥാനിൽ പോയിട്ടൊന്ന് മാനിനെ വെട്ടി തിന്ന്. സൽമാൻ ഖാൻ 15 കൊല്ലമായിട്ട് ഇപ്പം തൂങ്ങി നടക്കുകയാണ് വൈഷ്ണവീസ്. അത് നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങളൊരു ബീഫിൻ്റെ പുറകെ പോത്തിൻ്റെ പിന്നാലെ മാത്രം നടക്കുന്നുണ്ട്. നിങ്ങൾ വെട്ടതിന് എന്ത് വേണം ചെയ്തോ. പക്ഷെ അതിനെ വ്രണപ്പെടുത്തുന്ന എവിടെയാണ്? ഈ പശു എന്നുള്ള മൃഗത്തിനെ നമ്മൾ ആരാധിക്കുന്നതായിട്ട് വരുന്ന സമയത്ത് അതിനെ നിങ്ങൾ അവിടെ കണ്ണിന് മുന്നിട്ട് വെട്ടുന്ന സമയത്ത് അതിൽ പ്രശ്നങ്ങളുണ്ടാവും. അവിടെയാണ് നിങ്ങൾ മതവികാരങ്ങൾ വ്രണപ്പെടുത്തുന്നത്. എന്നിട്ട് നിങ്ങൾ ഇപ്പുറത്ത് പറയാണ് ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തി. ഇവിടെ ഒരാളെയും വ്രണപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മുസ്ലിങ്ങളാരും വന്നിട്ട് ഇവരുടെ മുന്നിൽ വന്നിട്ട് പശുവിനെ വെട്ടി തിന്നുന്നു ഞാൻ കാണുന്നില്ല. ഇത് വെറും രാഷ്ട്രീയക്കാരാണ് ചെയ്യുന്നത്. അപ്പോൾ ആരുടെ ഇൻട്രസ്റ്റ് അതിനകത്ത്? എന്നാൽ ഞാൻ പറയട്ടെ, അത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നും പറഞ്ഞിട്ട്
മലപ്പുറത്തോ കോഴിക്കോട്ടിലോ ആരെങ്കിലും പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് ഇവർ തൊപ്പിയിട്ടുകൊണ്ട് പശുക്കളെ വെട്ടുന്ന ഏതെങ്കിലും ഒരു സീൻ നിങ്ങൾ പറഞ്ഞ ഇവിടെ കൊടിയും വെച്ചിട്ട് വെട്ടുന്നവരല്ലേ. അപ്പോൾ രാഷ്ട്രീയ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടല്ലേ. അപ്പോഴത്തേക്ക് ഒരു പാട്ടുകാരൻ പറഞ്ഞു ഇവിടെ അതിൻ്റെ പേരിൽ മതം ഉണ്ടാക്കുന്നു. ഇവിടെ ആരും ഒന്നുമില്ല, നിങ്ങളൊന്നും ഉണ്ടായിരുന്നാൽ മതി. നിങ്ങളാരും ഉദ്ധരിക്കണ്ട. ഞാൻ ഹിന്ദുവാണ്, യെസ്, ആൻഡ് ഐ എം എ പ്രൗഡ് ഹിന്ദു ഹു വിൽ ബി റെസ്പെക്ടിങ് ഈവൻ ദ മുസ്ലിംസ്, ക്രിസ്ത്യൻസ് ഓർ എനിബഡി ഹു ബിലീവ്സ് ഇൻ ദെയർ ഗോഡ്. അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സനാതനധർമ്മിയായിട്ടുള്ള ഹിന്ദുവാണത്. അവിടെ എന്താണ്, എനിക്കെൻ്റെ മുസ്ലിമും സഹോദരനാണ്, ക്രിസ്ത്യാനിയും സഹോദരനാണ്. ഞാൻ അങ്ങനെ കാണുന്നില്ല. ഇവിടെ ഇന്ത്യയിലെ എല്ലാവരും ഇന്ത്യക്കാരാണെന്ന്, അത്രയേ ഉള്ളൂ എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പം അതിനകത്ത് ആ ചോദ്യം ചോദിച്ചിട്ട് തന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും അങ്ങനൊരു ഉത്തരം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. ഇതാണ് എൻ്റെ വൈകാരികമായിട്ടുള്ള റിയാക്ഷൻസ്. ഇനി ഒരു സെഗ്മെൻ്റാണ്. ഞാൻ 1-2 ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന്. അത് കാണുമ്പോൾ ഞാൻ ഇതുവരെ ചോദിക്കാത്ത എന്തെങ്കിലും ഓർമ്മകൾ സാറിന് പങ്കുവെക്കാനുണ്ടെങ്കിൽ സാറിൻ്റെ ഒരു ഇതിനെക്കുറിച്ചുള്ളൊരു ഓർമ്മ. ഇതൊരു പഴയ ഫോട്ടോ സാർ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഇൻഡസ്ട്രിയിലത്തെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് ഡൽഹിയിൽ പോയിട്ട് ഒരു ദിവസം ഓഫീസിൽ പോയ സമയത്ത് അന്ന് യൂണിഫോം ഇടേണ്ടി വന്നു. അന്ന് ഉച്ചയ്ക്ക് അവിടുത്തെ ലഞ്ച് പാർട്ടിക്ക് വേണ്ടി വൈഫും വന്നിട്ടായിരുന്നു. ആ സമയത്ത് എടുത്തിട്ടുള്ള ഫോട്ടോ ഉള്ളത്. അപ്പോൾ അത് ആ എൻ എസ് ടിയുടെ കമാൻഡോസ് ലൈഫിൻ്റെ ഒരു ഓർമ്മയാണ്. അന്നത്തെ ഞങ്ങളുടെ ഫോർമൽ യൂണിഫോമിൻ്റെ കളർ ഇതായിരുന്നു. ബ്ലാക്ക് ഡാംഗ്രി എന്ന് പറയുന്ന ഓപ്പറേഷനിലായിരുന്നു. പക്ഷേ ഓഫീസിലൊക്കെ പോകുന്ന ഫോർമലായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഈ ഗ്രേ കളറിലായിരുന്നു അന്നത്തെ ഞങ്ങളുടെ യൂണിഫോം. ഇന്നിപ്പോൾ എല്ലാവർക്കും ബ്ലാക്ക് തന്നെയാണ് എപ്പോഴും. ആ ഒരു ഓർമ്മയാണത്. ഈ ഫോട്ടോ പ്രിയേട്ടന ഇത് ഒരു 2-3 കൊല്ലം മുന്നേ എന്തോ ഒരു കാര്യത്തിന് മദ്രാസ് പോയി. ഞാൻ ഈവനിങ്ങിൽ പ്രിയേട്ടനോട് കുറേ കാലത്തിന് ശേഷം 4-5 മാസത്തിന് ശേഷമായിരുന്നു മൂപ്പരെ കണ്ടത്. അപ്പോൾ മൂപ്പരെ വീടിൻ്റെ മുന്നിലാണത്. അപ്പം അവിടെ പോയിട്ട് എന്തോ ഒരു തമാശ പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് മൂപ്പർ ഇങ്ങനെ ഞാൻ പറയും പ്രിയേട്ട ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ മൂപ്പർ പിറകുന്ന് വന്നതിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങളെടുത്ത ഫോട്ടോ ആണത്. അത് അതിൽ നിന്ന് നിങ്ങൾക്കറിയാം ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും വഴക്കടിക്കും. കാരണം പ്രിയേട്ട ചില സ്വഭാവം എനിക്കിഷ്ടമല്ല. എൻ്റെ സ്വഭാവം മൂപ്പർക്ക് ഇഷ്ടേയല്ല. അതെന്ന് വെച്ചിട്ട് ഞാൻ ചൂടനാണ് പറ്റാതൊക്കെ പറയും. അപ്പോൾ എന്നെ മരിച്ചു ആനിയനെ കുറിച്ചും അത് തന്നെ പറഞ്ഞു. ഒരു പ്രാന്തടാന്ന് പറയും. ഞാൻ പറഞ്ഞു രണ്ടും ബ്ലഡൊന്നല്ല ഇത്. അപ്പോൾ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പിടിക്കില്ല മൂപ്പർക്ക്. ഞാൻ ഈ ചൂടാവുന്നതല്ല. പക്ഷെ സ്നേഹമുണ്ട്. പിന്നെ പ്രിയേട്ടൻ്റെ ചില കുനിഷ്ഠ ബുദ്ധികളുണ്ട്. അതിന് ഞാൻ പ്രിയേട്ടൻ്റെ അടുത്ത് ഞാൻ വഴക്കടിക്കും. ബട്ട് വി ലവ് ഈച്ച് അതർ. അത് ചിലവ്. ഞാനും പ്രിയേട്ടനും തമ്മിലുള്ള ബന്ധമല്ല മോഹൻലാലും ഞാനും കൂടെ. അത് വേറൊരു ബന്ധമാണത്. അതിനകത്തുകൊണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻറ്റിമസി എന്ന് പറയുന്നത്. ഞങ്ങൾ 3 പേരും നിൽക്കുന്ന ഫ്രെയിമുകളിൽ ചിലപ്പം ഞാൻ പലപ്പോഴും അസൂയപ്പെടും. ഈ പ്രിയേട്ടനും ലാലിനെ എന്നേക്കാൾ മുന്നേ പരിചയപ്പെടാനും ജീവിക്കാനൊക്കെ സമയം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ അസൂയം കാണിക്കും. ഞാൻ അങ്ങനെ നോക്കും ചിലപ്പോൾ. പക്ഷെ അവർ കുട്ടിക്കാലം തൊട്ടിട്ട് ഒരുമിച്ചുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ലേറ്റായിട്ടാണ് അവർക്ക് എൻട്രി ആയിരിക്കുന്നത്. അപ്പം അതൊരു സുഖമുള്ള അസൂയാണ്. ഇപ്പം ലാലിൻ്റെ കൂടെ ചിലത് നടക്കുന്നതാണ്. ഒരാളും ലാലിൻ്റെ അടുത്തേക്ക് അടുക്കുന്നവർക്ക് ദാറ്റ്സ് നോട്ട് കറക്റ്റ്. ഞാൻ എന്നെക്കൊണ്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നവരൊക്കെ ഞാൻ ആദ്യം നോക്കും ലാലിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണോ അവരെന്നുള്ളത്. ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കും. പക്ഷെ ചിലരത് മിസ്യൂസ് ചെയ്യും. അപ്പം നമ്മൾ തന്നെ അത് കട്ട് ചെയ്യുകയും ചെയ്യും. നമുക്ക് മനസ്സിലാവും ലാലിന് ഈസ് ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ് എന്നുള്ളത്. ആ സമയത്ത് പതുക്കെ അവർ പോലും അറിയാതെ ഇതായിട്ട്. അല്ലാതെ ലാലിപ്പോൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അസൂയപ്പെട്ടൊരു കാര്യമില്ല. പ്രിയേട്ടന് സ്നേഹമുണ്ട്. എന്നേക്കാൾ കൂടുതൽ സ്നേഹം പ്രിയേട്ടനോട് കാണുമായിരിക്കും. എനിക്കറിയില്ല എത്ര എന്താണെന്ന്. അതിന് കാരണം എന്താ വെച്ചാൽ അവർ അത്ര കാലം തൊട്ടിട്ടുള്ളതാണ്. അപ്പം അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാനുണ്ട്. എന്നാൽ എൻ്റെ അസൂയ ഉണ്ടെന്നുള്ള ഞാൻ പറയുകയും ചെയ്യും. അതുണ്ടാവില്ലേ, അത് അസൂയാണ്. പക്ഷെ അതിനെ ഡാമേജിങ് അസൂയല്ല അത്. അപ്പോൾ എന്താ, എനിക്ക് പ്രിയേട്ടനെ അറിയാം, ലാലിനെ അറിയാം. അപ്പോൾ 2 സ്ഥലത്തും ഞാൻ ഒരു പ്രൊട്ടക്റ്റീവ് മൈൻഡിലാണ് അപ്രോച്ച് ചെയ്യുക. പ്രിയേട്ടനെ കൊണ്ട് പിന്നെ അങ്ങനെ പ്രശ്നമില്ല. മൂപ്പര് പ്രശ്നങ്ങളിൽ പോയി പെടാറില്ല.
ലാലിനെ ആൾക്കാർ കൊണ്ട് പെടുത്തല്ലോ എന്തെങ്കിലുമൊക്കെ, എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു. ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് പോയിട്ട് മലയാളത്തിൽ മറ്റേ കവിയുടെ കാര്യം പറഞ്ഞാൽ അത് ആ എഴുതി കൊടുക്കുന്ന ആളുടെ പ്രശ്നമാണ്, അതേ നോക്കിയില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പോലും ഓരോരുത്തർ സോഷ്യൽ മീഡിയ എടുത്ത് അത് ചെയ്ത്. അപ്പം ഈ സമയത്തൊക്കെ ഞാനൊരു പ്രൊട്ടക്ടറായിട്ട് നിൽക്കും. പ്രിയട്ടിന് പിന്നെ അങ്ങനെ പ്രശ്നമില്ലാത്തതുകൊണ്ട് പ്രിയട്ടിനെ അധികം നോക്കേണ്ട കാര്യമില്ല. അതാണ് എൻ്റെയും പ്രിയട്ടിനും തമ്മിലുള്ള ഒരു ബന്ധം എന്നത്. പ്രിയദർശൻ സാറിന്റെ 100ാമത്തെ സിനിമ അത്രയധികം പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന സിനിമയാണ്. അതിൽ മോഹൻലാൽ ഉണ്ടാവുമോ, മേജർ രവി ഉണ്ടാവും? മോഹൻലാൽ 100% ഉണ്ടാവും, ഒരു സംശയമില്ല. ഞാനുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം നിങ്ങൾ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് ഇപ്പോഴേ വിളിച്ച് പറയാം, അതില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും കേട്ടോ. അത് കറക്റ്റായിട്ട്, അത് നന്നായി അത് പറഞ്ഞത്. ഇപ്പോഴേ വിളിച്ച് പറയാം, ആ സിനിമയ്ക്കകത്ത് ഇപ്പോഴേ ക്യാരക്ടർ എഴുതിക്കോ, അതെ എങ്ങനെ എവിടെയാണെങ്കിലും ശരി അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഈ അസൂയ അതൊക്കെ അതൊരു രസമുള്ളൊരു ബന്ധങ്ങളാണ്. അപ്പം ആ കെട്ടിപ്പിടുത്തത്തിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷെ ഞങ്ങൾ വഴക്കടിക്കാൻ നിങ്ങൾ കണ്ടിട്ടില്ല, അത് ഭയങ്കര രസമായിരിക്കും. പക്ഷെ അതിനകത്തൊരു സുഖമുണ്ട്. വഴക്കടിച്ചാലും അങ്ങനെ എനിക്ക് പറയാം, സ്വാതന്ത്ര്യമുള്ളിടത്തിലാണല്ലോ വഴക്കടിക്കുന്നത്. ഞാൻ പറയും, വേറൊരുത്തൻ എൻ്റെ അടുത്ത് പ്രിയട്ടില്ലാത്ത സമയത്ത് വല്ലതും പറഞ്ഞാൽ അവൻ അടി കിട്ടും. അത് ഞങ്ങൾ ചില ക്ലോസ് ഫ്രണ്ട്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ അറിയുന്നവർക്കൊക്കെ ഓക്കെ. പക്ഷെ ബാക്കിയുള്ള തേർഡ് പാർട്ടി പറയുമ്പോൾ ഐ നോട്ട് അക്സെപ്റ്റ് എനി ബുൾഷിറ്റ് അബൌട്ട് പ്രിയട്ടിനെ മോഹൻലാലിനെ കുറിച്ചൊന്നും. മോഹൻലാലിനെ കുറിച്ച് പിന്നെ ആരും പറയില്ല. പ്രിയട്ടൻ്റെ കാര്യത്തിലും ഇതേത് തന്നെ എനിക്ക് ആറ്റിട്യൂഡ്. നല്ല ഓർമ്മകൾ. മമ്മൂക്കയുടെ പ്രശ്നം എന്താ അറിയോ, മമ്മൂക്കനെ ഞാൻ കാണുന്ന സമയം തൊട്ടിട്ട് ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാരണം വയസ്സിൽ മൂത്തതും പിന്നെ ഇങ്ങനെ ഇപ്പം ഞാനും ലാലും പ്രിയട്ടനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോമഡിയും പറയും. അത് നോൺ വെജോ നോൺ വെജ് ഏത് വേണമെങ്കിലും പറയാം, ഏത് ലെവലിലേക്കും പോകാം. മമ്മൂക്കയുടെ അടുത്ത് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതാണ് അത് റെസ്പെക്ട്ഫുൾ ഡിസ്റ്റൻസ്. അതായത് അടുത്ത് നിന്നിട്ട് ഇരുന്നിട്ട് ഇനിയിപ്പോൾ മുമ്പറായിട്ടാന്ന് ഇങ്ങനെ മമ്മൂക്കയും വെച്ചാൽ അടുത്തുള്ള സമയത്ത് ഒരു മസിൽ കൊടുത്തുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അയഞ്ഞിട്ടൊരു കുട്ടികളെ പറയാവും ചെയ്യും. അപ്പം നമുക്ക് കളിയാക്കാം. പക്ഷെ ആ അയന്നവരേക്കും നമ്മളിങ്ങനെ കാത്തിരിക്കണം. അയഞ്ഞു ഇഞ്ഞൊക്കെ ഇഞ്ഞ് നമുക്ക് ചൊറിയാം. അതാണ് മമ്മൂക്കായിട്ടുള്ള ബന്ധം. അത് അടുത്തേക്ക് എത്തുമ്പോൾ മാത്രമാണ് അറിയുള്ളൂ. അത് ഇഞ്ഞത്തെ ഫോട്ടോ ഇത് ഞാൻ ശ്രീലങ്കയിൽ നിന്ന് വന്നിരിക്കുന്ന ക്യാപ്റ്റനായിട്ട് ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി ദേവലാലിയിൽ വന്ന സമയത്ത്, അന്ന് ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് 2nd ഡിഗ്രി എടുത്തിട്ടിരിക്കുന്ന സമയമായിരുന്നു, കമാൻഡോസിലായിരുന്നു. അതാണ് ഈ താടിയൊക്കെ. അപ്പോൾ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഈവനിങ്ങിൽ ഞാനിങ്ങനെ എക്സസൈസൊക്കെ ചെയ്യും. അപ്പം അന്ന് നഞ്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരുത്തനെടുത്തൊരു ഫോട്ടോ ആയിരുന്നത്. അവൻ മരിച്ചുപോയി പാവം, ഭരദ്വാജ് എന്ന് പറഞ്ഞിട്ട്. ഇതിങ്ങനെ യാർ തിരക്ക് വയസ്സായി ഫോട്ടോ ലേനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോസ് ചെയ്ത് വന്നതാണ്. അതാണ് ഈ കാണുന്നത് അന്നത്തെ കാലം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇതിപ്പോൾ റീസെൻ്റ്ലി അത് ആ കയ്യിലിരിക്കുന്നത് മോഹൻലാലിന് കിട്ടിയിട്ടുള്ള ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫിൻ്റെ കമൻഡേഷൻ കാർഡിൻ്റെ സൈറ്റേഷനാണത്. അപ്പം അത് ലാലത് വാങ്ങിച്ചിട്ട് വന്ന സമയത്ത് ആണ് ഇതൊന്ന് പിടിച്ചേ, നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. ലാലെടുപ്പിച്ച ഫോട്ടോ ആണത്. അല്ല ഞാൻ ലാലിന് കൊടുക്കുന്നതോ അല്ലെങ്കിൽ വാങ്ങിക്കുന്നതോ അല്ല. ലാലിന് കിട്ടിയിട്ടുള്ള കമൻഡേഷൻ കാർഡാണ്. ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ഹിം. ഹി വാണ്ടഡ് മീ ടു അങ്ങനെയൊക്കെ ഉണ്ട്. ചില സമയത്ത് നമ്മുടെ അടുത്ത് പറയും ഇങ്ങനെ ഒന്ന് നിൽക്കും, ഇതൊന്നും എടുക്കട്ടെ. അപ്പോൾ ഹി മൈറ്റ് ഹാവ് തോട്ട് സംതിങ് ഇൻ ദ മൈൻഡ്. അതാണത്, അതിൻ്റെയാണത്. ആൻഡ് ഐ എം ഹാപ്പി ദാറ്റ് ഹി കോൾ മീ ആൻഡ് ടുക്ക് എ ഫോട്ടോഗ്രാഫ് വിത്ത് ദാറ്റ് കൈൻഡ് ഓഫ് എ ഫോട്ടോ. ഇത് ഞങ്ങൾ ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് പോയിട്ട് ആ സൈറ്റേഷൻ വാങ്ങിച്ചു വന്നതിന് ശേഷം ഹോട്ടലിൽ താജിൽ വെച്ചിട്ട് എടുത്ത ഫോട്ടോ ആണ്. നല്ല കുറേ ഓർമ്മകൾ പങ്കുവച്ചത്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.